ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ ഓഫ് അമീസ് അക്കാഡമി. നമ്മൾ PWA എക്സാം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെ മാരത്തോൺ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെ കുറെ സബ്ജക്ട് നിങ്ങൾക്ക് കഴിഞ്ഞു, ഇനിയും സബ്ജക്റ്റുകൾ വരാനുണ്ട്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ. ഈ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്സ് മൊത്തം എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. സോ RTQ ആണ് നടക്കാൻ പോകുന്നത്. റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലെ. പരിപാടി നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റഡി ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ടർബിഡിറ്റി ഓഫ് വാട്ടർ ആൻഡ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക, ഏതാണ് അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, എ ടർബിഡിറ്റി ഓഫ് വാട്ടർ ഈസ് നോട്ട് ഇമ്പാർട്ടഡ് ബൈ ദ ഡിസോൾവ്ഡ് മാറ്റേഴ്സ് പ്രസന്റ് ഇൻ ദ വാട്ടർ. സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് എന്താണ്, ജാക്സൺ ടർബിഡ് മീറ്റർ ഈസ് എ ലബോറട്ടറി അപ്പാരറ്റസ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടർബിഡിറ്റി അല്ലെ. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്, യെസ് ഇൻഡിവിജ്വലി എന്താണ്, ശരിയാണല്ലേ. ടർബിഡിറ്റി ഓഫ് ദ വാട്ടർ ഈസ് നോട്ട് ഇമ്പാർട്ടഡ് ബൈ ദ ഡിസോൾവ്ഡ് മാറ്റർ പ്രസന്റ് ദ വാട്ടർ. തീർച്ചയായിട്ടും ഡിസോൾവ് മാറ്റർ അല്ല, ഒന്നെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഏതെങ്കിലും സസ്പെൻഡഡ് സോൾസ് ആയിരിക്കും. ടർബിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, യെസ് ഒന്നെങ്കിൽ എന്താണ് സ്കാറ്ററിംഗ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ അല്ലെ ഓഫ് ഏതാണ്, ലൈറ്റ് ആണ്. ദ എക്സ്റ്റെന്റ് ടു വിച്ച് ലൈറ്റ് ഈസ് ഐദർ അബ്സോർബ്ഡ് ഓർ സ്കാറ്റേർഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഏതാണ് സസ്പെൻഡഡ് മാറ്റേഴ്സ് ഓർ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ആൻഡ് ജാക്സൺ ഏതാണ്, ജാക്സൺ ലാബ് തന്നെയാണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ലൈറ്റ് പ്ലേസ് ചെയ്യണം. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോട്ടം ഉള്ള ഒരു മെറ്റാലിക് സിലിണ്ടർ ആണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ബോത്ത് സ്റ്റേറ്റ്മെന്റ് A and B are correct. ക്ലിയർ അല്ലേ. സോ ഓപ്ഷൻ A ആണ് വരിക. ഓക്കെ അല്ലേ. സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുന്നതിന് മുമ്പ് നോക്കിയേ, ഏതാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്. പിന്നീട് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ എയർ പൊല്യൂഷൻ ആണുള്ളത്. ഓക്കെ, വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യം ക്വാളിറ്റി അറിയണം. വാട്ടർ ക്വാളിറ്റി പറയുന്നത് ഏതാണ്, ഫിസിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ബയോളജിക്കൽ ഉണ്ട്, ഒരുപാടുണ്ട്. ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ ഏതാണ്, സസ്പെൻഡഡ് സോൾസ് ആണ്, ഗ്രാവിയോമെട്രിക് ടെക്നിക് ആണ്, 104°C ഓർത്തിരിക്കുക. യെസ്, എന്തിന് മെയിൻ ഇമ്പാക്ട് എന്നാണ്, ഇൻക്രസ്റ്റേഷൻ കോസ് ചെയ്യാറുണ്ട് അല്ലെ. ഇൻക്രസ്റ്റേഷൻ കോസ് ചെയ്യുന്ന വേറെ ടീം ഏതൊക്കെയാണ്, ഹാർഡ്നസ് ഉണ്ട്, ആൽക്കലൈൻ ഉണ്ട്. രണ്ടാമത്തെ നോക്കിയ ടർബിഡിറ്റി ആണ്. അതിന്റെ എന്താണ്, ഒന്നെങ്കിൽ സ്കാറ്ററിംഗ് അല്ലെങ്കിൽ എന്താണ് അബ്സോർപ്ഷൻ ഓഫ് ദ ലൈറ്റ് ആണ്. മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ് ടർബിഡിറ്റി റോഡ് മെത്തേഡ് നമുക്കറിയാം. യെസ്, അലൂമിനിയം റോഡ് ആണ് വിത്ത് പ്ലാറ്റിനം നീഡിൽ. ജാക്സൺ ടർബിഡ് മീറ്റർ ഉണ്ട്. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക, എന്താണ്, നമ്മൾ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഉണ്ടാക്കുന്നത് സിലിക്ക ആഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് S2 എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നത്. ക്ലിയർ അല്ലേ. റെയിലീസ് ആൻഡ് നെഫ്ലോ മീറ്റർ ഉണ്ട്. ഈവൻ ലെസ് ദാൻ എത്രയാണ്, 1 യൂണിറ്റ് ഓഫ് ടർബിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, നേക്കഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത ടർബിഡിറ്റി ആണ്, ലെസ് ദാൻ 5 യൂണിറ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന ബെയിലീസിലും നെഫ്ലോ മീറ്ററിലും അല്ലെ, അതിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ നമുക്കറിയാം. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർമാസിനാണ് അല്ലെങ്കിൽ ഹെക്സാമെഥിലിൻ ടെട്രാ അസിറ്റിക് ആസിഡ് ആണ്. അറിയാലോ. മറ്റ് പല യൂണിറ്റുകളാണ് കാണുന്നത്. NTU ഉണ്ട്, STU, FTU, JTU, മില്ലിഗ്രാം പെർ ലിറ്റർ ആൻഡ് പാർട്സ് പെർ മില്ലി അല്ലെ, പാർട്സ് പെർ മില്ലിലാണ്. 1 to 5 NTU ആണ് അതിന്റെ ലിമിറ്റ് വരുന്നത്. കളർ നോക്കിയാൽ മെഷേർഡ് യൂസിങ് ടിൻഡോമീറ്റർ ആണ്. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കളർ ഉണ്ടാക്കുക, നമ്മളെ പ്ലാറ്റിനം മാസ് എങ്ങനെയാണ്, ക്ലോറിനം പ്ലാറ്റിനേറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ ആണ്. ക്ലിയർ. TCU ആണ്, അതിന്റെ യൂണിറ്റ് 5 to 15 ആണ് വരാറുള്ളത്. ടേസ്റ്റ് ആൻഡ് ഓർഡർ TON അല്ലെ. ടേസ്റ്റ് ആൻഡ് ഓർഡർ പറയുന്നത് എങ്ങനെയാണ്, മെഷേർഡ് യൂസിങ് ഓസ്മോസ്കോപ്പ് ആണ്. പരിപാടി നമുക്കറിയാം. ത്രഷോൾഡ് ഓർഡർ നമ്പർ ആണ്, കാൽക്കുലേഷൻ ചോദിക്കാറുണ്ട്. ത്രഷോൾഡ് ഓർഡർ നമ്പർ എന്താണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഡൈലൂഷൻ റേഷ്യോ ആണ്. ഫൈനൽ വോളിയം ഓഫ് ദ ഡിസോൾവ് സാമ്പിൾ ഡിവൈഡ് ബൈ ഇനീഷ്യൽ വോളിയം ഓഫ് ദ ടെസ്റ്റ് സാമ്പിൾ ആണ്. 1 to 3 TON ആണ് വരാറുള്ളത്. PO സ്കെയിൽ അറിഞ്ഞിരിക്കുക. PO സ്കെയിൽ 0 ഉണ്ട്, 5 ഉണ്ട്. 0 എന്ന് വെച്ചാൽ യാതൊരു സ്മെല്ലും ഇല്ല അല്ലെ. 5 എന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ട സ്മെല്ലാണ്. ഓക്കെ. ടെമ്പറേച്ചർ ഉണ്ട്, ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആണ്, 10 to 25°C ആണ്. പിന്നീട് കെമിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററിൽ പലതും ഉണ്ട്. ഡിസോൾഡ് സോളിഡ്സ് ആണ്, മെഷേർഡ് ബൈ എങ്ങനെയാണ്, ഡയമണ്ട് ടെസ്റ്റർ 500 to 2000 മില്ലിഗ്രാം പെർ ലിറ്റർ. PH ഉണ്ട്, എങ്ങനെയാ മെഷർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്ടൻഷ്യോമീറ്റർ വിത്ത് കലോമ ഇലക്ട്രോഡ്, അക്വാസ്കോപ്പ് ഉണ്ട് അല്ലെ. പഴയ പരിപാടി എന്താണ്, ലിറ്റ്മസ് പേപ്പർ ആണ്. PH റേഞ്ച് എത്രയാണ്, 6.5 to 8.5. യെസ്, ഹാർഡ്നസ് ഉണ്ട്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം ആണ്. പല കോമ്പിനേഷൻ അല്ലെ. നോൺ കാർബണേറ്റ് ഹാർഡ്നസ് ഉണ്ട്, കാർബണേറ്റ് ഹാർഡ്നസ് ഉണ്ട്. എങ്ങനെയാണ് പിന്നെ മെഷർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈട്രേഷൻ ആണ്, യൂസിങ് EDTA അല്ലെങ്കിൽ എന്ത് പറയും, വേഴ്സനൈറ്റ് സൊല്യൂഷൻ. കളർ ഇൻഡിക്കേറ്റർ EBT. എന്താണ് കളർ ഇൻഡ്യൂസ് ചെയ്യുന്നത്, റെഡ് വൈൻ. എങ്ങോട്ട് മാറും, ബ്ലൂയിലേക്ക് മാറും അല്ലെ. അതൊക്കെ നമുക്കറിയാം. ലിമിറ്റ് ചോദിക്കാം അല്ലെ, 200 to 600 മില്ലിഗ്രാം പെർ ലിറ്റർ. പെർമനന്റ് റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണ്, ഹാർഡ്നസ് ജിയോലൈറ്റ്, ഡീമിനലൈസേഷൻ ആൻഡ് ലൈം സോഡ മെത്തേഡ്. ജിയോലൈറ്റ് ആണ് 0. യെസ്, ഹാർഡ്നസ് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ടെമ്പററി ഹാർഡ്നസ് എന്ത് ചെയ്താൽ മതി, ലൈം ആഡ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചൂടാക്കുക. ഹാർഡ്നസ് എന്തോ കോസ് ചെയ്യും, എല്ലാം അറിഞ്ഞിരിക്കും. ഇൻക്രസ്റ്റേഷൻ, കൊറോഷൻ, ലാക്സിറ്റി എഫക്ട് ആൻഡ് ഹൈ കൺസപ്ഷൻ ഓഫ് എന്താണ്, വാട്ടർ ആണ്. ഓവർ ഹൈ എക്സ്പെൻസീവ് എന്താണ്, ലോണ്ടറി എക്സ്പെൻസ് എന്ത് ചെയ്യും, വല്ലാതെ പോകും. ശരി. ഓക്കെ. 0 to 5 വരെയുള്ള ഹാർഡ്നസ് എന്താ പറയാ, ഇത് അറിഞ്ഞിരിക്കുന്ന റേഞ്ച് 0 to 5 വരെ. നോക്കി, ഇതാണ് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി 75 to 115 ആണ്. 0 to 75 ആണെങ്കിൽ സോഫ്റ്റ് ആണ്. രണ്ടാമത്തത് മീഡിയം ഹാർഡ് അല്ലെ, എത്രയാണ്, 75 to 150. ദെൻ 150 to 300 എത്രയാണ്, ഹാർഡ് ആണ്. മോർ ദാൻ 300 ആണെങ്കിൽ വെരി ഹാർഡ് എന്ന് പറയും. നോക്കി, ഈ റേഞ്ച് ഒക്കെ അറിഞ്ഞിരിക്കുന്ന സ്ഥിരം ചോദ്യമാണ്. അടുത്ത പോയിന്റിലേക്ക് കിടക്കുകയാണെങ്കിൽ, ആൽക്കലൈനിറ്റി കോസ്റ്റ് ബൈ ഏതൊക്കെയാണ്, കാർബണേറ്റ്, ബൈകാർബണേറ്റ്, ഹൈഡ്രോക്സിൽ. എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ ഇമ്പാക്ട് ചെയ്യും,
ഇൻക്രസ്റ്റേഷൻ ഉണ്ട്, ബിറ്റർ ടേസ്റ്റ് ആണ്. മെഷർഡ് ബൈ ടൈട്രേഷൻ. ആരൊക്കെ യൂസ് ചെയ്യണം? 2 കളർ ഇൻഡിക്കേറ്റേഴ്സ്, മീതൽ ഓറഞ്ച് ഒറിജിനൽ കളർ, അതിന്റെ കളർ ചേഞ്ച് അറിഞ്ഞിരിക്കണം. pH റേഞ്ച് എത്രയാണ്? 2.8 to 4.2. നമ്മളെ ടോട്ടൽ സ്റ്റേഷന്റെ അതേ എന്താണ് റേഞ്ച് എന്ന് പറയുന്ന പോലെ തന്നെ 2.8 to 4.2 കിലോമീറ്റർ ടോട്ടൽ സ്റ്റേഷന്റെ റേഞ്ച്. ഇവിടുത്തെ pH ഇത്ര. മറ്റേ എത്രയാണ്? 8.3 to 10.6 അല്ലെങ്കിൽ 8.6 to 10.3. ക്ലിയർ അല്ലേ? ഫിനോഫ്തലിൻ. നൈട്രജൻ കണ്ടന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. 4 ഫോമിൽ കാണാം. ഫ്രീ അമോണിയ, ഓർഗാനിക് അമോണിയ ലിമിറ്റ് ആണ് 0.15, 0.3. ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് എന്ന് പറയും, ജൽദാസ് എന്ന് പറയും. ഓക്കെ അല്ലേ? നൈട്രൈറ്റ് NO2 മൈനസ് വെരി ഡേഞ്ചറസ് ആണ്. 0 മില്ലിഗ്രാം പെർ ലിറ്റർ ഉണ്ടാകാൻ പാടുള്ളൂ. നൈട്രേറ്റ് 45 മില്ലിഗ്രാം പെർ ലിറ്റർ. കൂടിക്കഴിഞ്ഞാൽ മെതമോഗ്ലോബിനീമിയ ഓർ ബ്ലൂ ബേബി ഡിസീസ് ആണ്. ക്ലിയർ അല്ലേ? എല്ലാത്തിനും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവേ. ദെൻ ക്ലോറൈഡ്സ് ആണ്, അല്ലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൊണ്ടുണ്ടാവുന്നത് മെത്തേഡ്. മോഹസ് മെത്തേഡ് ആണ്. സിൽവർ നൈട്രേറ്റും പൊട്ടാസ്യം മോണോക്രോമേറ്റും. ക്ലിയർ അല്ലേ? ഇതെന്താണ് ഒരു ലിമിറ്റ് എത്രയായിരുന്നു? 250 to 1000. നോക്കിയ ഫ്ലൂറൈഡ് ഏറ്റവും ഫേമസ് ആണ്. 1 ഉണ്ട്, 1.5 ഉണ്ട്, 5 ഉണ്ട്. 1 is required for the growth of the teeth. Greater than 1.5 ആണ് ഡെന്റൽ ഫ്ലോറോസിസ്. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ബോൺ ഫ്ലോറോസിസ്. നെക്സ്റ്റ് നമുക്കറിയാം അയൺ ആൻഡ് മാംഗീസ് കളർ കോസ് ചെയ്യുന്നു. യെസ്, അതെന്തിൽ കൂടാൻ പാടില്ല? 0.3 മില്ലിഗ്രാം പെർ ലിറ്റർ കൂടാൻ പാടില്ല. ഗ്യാസസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? ഡിസോൾഡ് ഓക്സിജൻ ആണ്. ഡിസോൾഡ് ഓക്സിജൻ ടെസ്റ്റ് വിംഗ്ലേഴ്സ് മെത്തേഡ് ആണ്. ദർ ഈസ് വൈറ്റ് കളർ ആണെങ്കിൽ ദർ ഈസ് നോ അല്ലെ ഡിസോൾഡ് ഓക്സിജൻ. ഇഫ് ഇറ്റ് ഇസ് എ റെഡ് ബ്രൗൺ കളർ ആണെങ്കിൽ യെസ് ദർ ഈസ് ഡിസോൾഡ് ഓക്സിജൻ. നിങ്ങൾ എന്ത് വെച്ച് ടൈട്രേറ്റ് ചെയ്യുക? സോഡിയം തയോസൾഫേറ്റ് വെച്ച് ടൈട്രേറ്റ് ചെയ്യുക. യെസ്, യു വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ. മാക്സിമം ലെവൽ എത്രയാണ്? 10.2. മിനിമം സാച്ചുറേഷൻ മിനിമം ലെവൽ എത്രയാണ്? 4 ആണ്. ബയോളജിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസം ഉണ്ടോ ഇല്ലോ എന്നാണ് നോക്കുന്നത്. പാത്തജൻസിനെ കണ്ടുപിടിക്കുകയാണ് അല്ലെ. ബട്ട് പാത്തജൻസിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കോലിഫോംസിനെ കണ്ടുപിടിക്കും. ഈ കോലി, ബി കോലി. ഇത് കണ്ടുപിടിക്കാനുള്ള പരിപാടി മെംബ്രെയിൻ ഫിൽട്രേഷൻ ടെക്നിക്, MFT. ദെൻ നമ്മുടെ ഫേമസ് MPN, മോസ്റ്റ് പ്രോബബിൾ നമ്പർ ആണ്. MPN കണ്ടുപിടിക്കുന്നത് എന്താണ്? യെസ്, മൈക്രോബിയൽ ഡെൻസിറ്റി ആണ്. നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം പെർ 100 ml. ക്ലിയർ അല്ലേ? യെസ്, 15 ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡയലൂഷൻ ഒക്കെ അറിയാം. അതിന്റെ ന്യൂമറിക്കൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലിമിറ്റ്. എല്ലാത്തിന്റെ അറിഞ്ഞിരിക്കണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ക്ലോറൈഡ് നോക്കി. ഇതിൽ സൾഫർ ആണ്. സൾഫേറ്റ് കൂടുതൽ ചോദിക്കാറ്. സൾഫേറ്റ് എത്രയാണ്? 200 to 400 ആണ്. യെസ്, ലെഡ് ചോദിച്ചിട്ടുണ്ട് എത്രയാണ്? 0.01 to 0.01 ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ള ഏതാണ്? നിക്കൽ ചോദിച്ചിട്ടുണ്ട് 0.02 to 0.02. യെസ്, പിന്നെ ഏതാണ് നമ്മുടെ ഉള്ളത് ചോദിച്ചു കണ്ടിട്ടുള്ള വേറൊരു? യെസ്, കാഡ്മിയം ചോദിച്ചിട്ടുണ്ട് 0.003 to 0.03. ഓക്കെ, സ്റ്റാൻഡേർഡ് ടേബിൾ ആണ്, അറിഞ്ഞിരിക്കുക, വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള മൊത്തം പാരാമീറ്റേഴ്സ് ആണ് പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കി, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ദ മോസ്റ്റ് പ്രോബബിൾ നമ്പർ ആണ്. MPN, ബയോളജിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. സ്റ്റേറ്റ്മെന്റ് വായി തെറ്റ്. എന്താണ് അവസ്ഥ? MPN ഈസ് ദ ബാക്ടീരിയൽ ഡെൻസിറ്റി വിച്ച് മോസ്റ്റ് ലൈക്ലി ടു ബി പ്രസന്റ്. ബാക്ടീരിയൽ ഡെൻസിറ്റി ആണ് തീർച്ചയായിട്ടും ഇൻ വാട്ടർ ആൻഡ് യൂസ് ടു റിപ്പോർട്ട് ദ എമൗണ്ട് ഓഫ് ബാക്ടീരിയ പ്രസന്റ്. ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ശരിയാണ്. ടു ഡിറ്റർമൈൻ MPN കൺഫേംഡ് ഓർ കംപ്ലീറ്റഡ് ടെസ്റ്റ് റിസൾട്ട്സ് ആർ റിക്വയർഡ്. തീർച്ചയായിട്ടും വേണം. പെർമിസിബിൾ ലിമിറ്റ് ഓഫ് MPN ഷുഡ് നോട്ട് ബി നിൽ എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അത് എത്ര ആയിരിക്കണം? അത് 0 ആയിരിക്കണം. സോ സ്റ്റേറ്റ്മെന്റ് C എന്താണ്? തെറ്റാണ്. ബാക്കി രണ്ടും എന്താണ്? ശരിയാണ്. എയും ബിയും ശരിയാണ്, സി തെറ്റാണ്. എയും ബിയും ശരിയാണ്, സി തെറ്റാണ്. സോ ഏതാ വരിക? യെസ്, A is true, both ഏതാണ് ഇപ്പൊ കറക്റ്റ് ഉള്ളത്? ബോത്ത് C is false. ബോത്ത് A and B എന്താണ്? ബോത്ത് A and B ട്രൂ ആണ്, ഫാൾസ് അല്ല. യെസ്, കോമ്പിനേഷൻ നല്ല ഏതാണ്? ഓൺലി C is false, അതാണ് നല്ലത് അല്ലെ. ഓൺലി A is true അങ്ങനെയല്ലല്ലോ. Aയും Bയും ട്രൂ ആണ്, C is false ആണ്. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ A ആണ് ആൻസർ വരിക. ശരി, സെറ്റ്. അടുത്തത് ചെറിയൊരു ന്യൂമറിക്കൽ ആണ്, 4ാം ക്ലാസ് ക്വസ്റ്റ്യൻ. If 2% solution of seawater sample is incubated for 5 days at 20 degrees Celsius and dissolved oxygen depletion is 10 milligram per liter. What is the BOD of the sample? ആണ് വെരി സിമ്പിൾ അല്ലെ. 1-2 രീതിയിൽ എന്ത് കണ്ടുപിടിക്കാം? BOD കണ്ടുപിടിക്കാം. BOD നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. BOD is equal to dissolved oxygen initial minus dissolved oxygen final into എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡൈലൂഷൻ റേഷ്യോ ചെയ്യാം. BOD can also be done by the equation dissolved oxygen initial minus dissolved oxygen final into 100 divided by percentage dilution എന്ന് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇപ്പൊ യൂസ് ചെയ്യേണ്ടത്. സോ എത്ര വരിക ആൻസർ? സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഈ ഒരു ഡിഫറൻസ് വന്നിട്ട് എത്രയാണ്? 10 ആണ്. 10 മില്ലിഗ്രാം പെർ ലിറ്റർ. ഡിപ്ലീഷൻ ആണ് 10 milligram per liter. So 100 divided by percent dilution 2 ആണ് പറയുന്നത്. So this will be 50. So that is 500 milligram per liter. BOD 5 is 500 milligram per liter അല്ലെ. അൾട്ടിമേറ്റിന് 68% വരും. മൂന്നാമത്തെ ഒരു BOD ഇക്വേഷൻ എന്താണ്? BOD is equal to ഡിസോൾഡ് ഓക്സിജൻ ഇനീഷ്യൽ മൈനസ് ഡിസോൾഡ് ഓക്സിജൻ ഫൈനൽ. ഇതിൽ എന്ത് ഓർക്കുക? നമ്മുടെ ബ്ലാങ്ക് സാമ്പിളിന്റെ ഡിസോൾഡ് ഓക്സിജൻ ഇനീഷ്യൽ മൈനസ് ഡിസോൾഡ് ഓക്സിജൻ ഫൈനൽ. ഇതിനെ മൊത്തത്തിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക?
ഡയലൂഷൻ റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് മൂന്നാമത്തെ സെറ്റ് ഓഫ് ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് BOD. ക്ലിയർ അല്ലേ? ഡയലൂഷൻ റേഷ്യോ നമുക്കറിയാലോ. യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ആൻസർ എത്രയാണ്? സി, സിമ്പിൾ, 500 mg/L. ഓക്കെ, അപ്പോ നമ്മൾ BOD കുറിച്ച് പറഞ്ഞപ്പോൾ വേസ്റ്റിലേക്ക് കടന്നു ചെറുതായിട്ട്. അപ്പോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജ് പറയാം. ആരൊക്കെയാണ്? സെറ്റിലബിൾ സോളിഡ്സ് ഇംഹോഫ് കോൺ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. 2 മണിക്കൂർ നേരത്തേക്ക് വേസ്റ്റ് വാട്ടറിനെ അനക്കാതെ കോണിൽ വെക്കുക. ഇംഹോഫ് കോണിന്റെ സൈസ് അറിഞ്ഞിരിക്കുക. ഡയമീറ്റർ 118 mm ആൻഡ് ഹൈറ്റ് എത്രയാണ്? 470 mm ആണ്. 470 mm. പിന്നീട് ഓക്സിജൻ ഡിമാൻഡുകളാണ്. ഏതൊക്കെ ഉണ്ട്? COD ഉണ്ട്, BOD ഉണ്ട്, THOD ഉണ്ട്. COD എന്ന് പറയുമ്പോൾ amount of oxygen required for both biodegradable and non biodegradable organic matter കൂടുതലാണ് അല്ലെ. ആൻഡ് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് വേണം, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വേണം. അതുകൊണ്ട് മറ്റൊരു പേരുണ്ട്, ഡൈക്രോമേറ്റ് ഡിമാൻഡ് എന്ന് പറയാറുണ്ട്. ക്ലിയർലി? തിയററ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇഫ് യു നോ ദ എക്സാക്ട് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ആൻഡ് ഏതാണ് ഓർഗാനിക് മാറ്റർ, ടൈപ്പ് ഓഫ് ഓർഗാനിക് മാറ്റർ അറിയാം, അത് എത്ര ഉണ്ടെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എത്ര ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് നോൺ ആസ് എന്നാണ് തിയററ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ചോദ്യം ഇതാണ്, ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് THOD ഈസ് ടേക്കൺ ആസ് COD. ഓക്കെ, ദെൻ BOD ആണ്. സോറി, മറ്റൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗാനിക് മാറ്റർ റെപ്രസെന്റ് ചെയ്യാം ഇൻ ടേംസ് ഓഫ് കാർബൺ. അതിനാണ് എന്ത് പറയാ? ടോട്ടൽ ഓർഗാനിക് കാർബൺ. ദെൻ നമ്മുടെ ഫേമസ് BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഏതിനെ മാത്രമേ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ? ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിനെ മാത്രമേ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. BOD 5 ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാറുള്ളത്. അത് അൾട്ടിമേറ്റിന് എത്ര ശതമാനമാണ്? 68%. ക്ലിയർലി? ഇനി മാക്സിമം വോളിയം ഓഫ് ദ നമ്മുടെ ബോട്ടിൽ എത്രയാണ്? യൂഷ്വലി എത്രയാണ് ബോട്ടിലെ മാക്സിമം വോളിയം? 300 ml ആണ് കേട്ടോ. പ്രോസസ് നമുക്കറിയാം, ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. വേറെ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക, അഥവാ ഡിസോൾവ് ഓക്സിജൻ ഓഫ് ദ ഫൈനൽ ഈ 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് ടെസ്റ്റ് ഈസ് ഇൻവാലിഡ്. നമുക്ക് BOD ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് കനോട്ട് ബി ഡിറ്റർമൈൻ. അത് അറിഞ്ഞിരിക്കും. BOD കൂടെ തന്നെ ഓർത്തിരിക്കുക, പോപ്പുലേഷൻ ഇക്വാലന്റ് ആണ്. എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട് അല്ലെ, ഇൻഡസ്ട്രിയൽ പോപ്പുലേഷന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഡസ്ട്രിയൽ പോപ്പുലേഷൻ അല്ല, ഇൻഡസ്ട്രിയൽ സീവേജിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോപ്പുലേഷൻ ഇക്വാലന്റ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ BOD ഡിവൈഡ് ബൈ എന്താണ്? സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റാൻഡേർഡ് BOD ആണ്. എത്രയാണത്? ആ വാല്യൂ ഓർത്തിരിക്കുക, 80 g/capita/day. ഇത് ചിലപ്പോൾ ക്വസ്റ്റിൽ മെൻഷൻ ചെയ്യില്ല, അത് നമ്മൾ ഓർക്കണം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് പോപ്പുലേഷൻ കിട്ടും. ക്ലിയർലി? ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sample of water when tested for hardness ടെസ്റ്റ് ചെയ്തപ്പോഴേ ടോട്ടൽ ഹാർഡ്നസ് ഇത്ര കിട്ടി? 450. ടോട്ടൽ ആൽക്കലൈൻ 150 CaCO3. വാട്ട് ഈസ് എ കാർബണേറ്റ് ആൻഡ് നോൺ കാർബണേറ്റ് ഹാർഡ്നസ് ഓഫ് ദ സാമ്പിൾ എന്നാണ് ചോദിച്ചത്. സോ 450 150 അല്ലെ. ഇത് സിമ്പിൾ ആണ്. നമുക്കറിയാം ടോട്ടൽ ഹാർഡ്നസ് ഈസ് നൗ ഗ്രേറ്റർ ദാൻ എന്താണ്? ടോട്ടൽ ആൽക്കലൈനിറ്റി. സോ കാർബണേറ്റ് ഹാർഡ്നസ് എത്രയായിരിക്കും? ഏതാണോ മിനിമം അതായിരിക്കും ടോട്ടൽ ആൽക്കലൈനിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 mg/L ആണ്. യെസ്, therefore നോൺ കാർബണേറ്റ് ഹാർഡ്നസ് വിൽ ബി ഈക്വൽ എത്രയാണ്? Total hardness minus carbonate hardness, that is 450 minus 150, which is equal to 300 mg/L. Okay, yes. So ഏതൊക്കെയാ വരിക? 150 and 300 ആണ് കാർബണേറ്റ് ആൻഡ് നോൺ കാർബണേറ്റ്. കാർബണേറ്റ് ആൻഡ് 150ഉം 300ഉം. സോ 150 300 ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ. അടുത്ത pH-ലെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് സ്ഥിരം കണ്ടുവരുന്നത്. എ വാട്ടർ സാമ്പിൾ കണ്ടെയ്ൻസ് 10⁻⁻8.4 ആണ് കാണുന്നത്. എ വാട്ടർ സാമ്പിൾ കണ്ടെയ്ൻസ് എത്രയാണ്? 10⁻⁻8.4. മൈനസ് എത്രയാണ്? -8.4 ആണ്. ഓക്കെ, എന്ത് മോൾസ് പെർ ലിറ്റർ ഓഫ് എന്താണ്? ആരാണ്? OH മൈനസ് അയോൺ ആണ്. വാട്ട് ഈസ് pH എന്നാണ് ചോദ്യം. ഇതൊക്കെ നമ്മൾ എത്രയോ കാലമായിട്ട് ചെയ്യുന്നതാണ് അല്ലെ, അറിയാലോ. സോ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ 10⁻⁸8.4. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കണം? മോൾസ് പെർ ലിറ്റർ ആണ്. നോക്കിയാൽ ചില ക്വസ്റ്റ്യൻ മില്ലി മോൾസ് പെർ ലിറ്റർ ഉണ്ടാവാറുണ്ട്, ശ്രദ്ധിക്കണേ. ഇതിപ്പോ മോൾസ് പെർ ലിറ്ററേ ഉള്ളൂ, രക്ഷപ്പെട്ടു. Therefore POH എത്രയായിരിക്കും? ഒരു സംശയമില്ല, 8.4 ആയിരിക്കും. ബിക്കോസ് POH ഇസ് എ നെഗറ്റീവ് ലോഗരിതം ഓഫ് OH മൈനസ് കോൺസെൻട്രേഷൻ ആണ്. pH പ്ലസ് POH എത്രയാണ്? POH is equal to 14 ആണ്. സോ pH will be equal to എത്രയാണ്? 14 minus 8.6 ആണ്. സോ സോറി 8.4 ആണ്. 8.4 ആണ്, വിച്ച് ഈസ് ഈക്വൽ എത്രയായിരിക്കും? 5.6 ആയിരിക്കും. 5.6 ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, 5.6. ഓക്കെ, അടുത്ത നോക്കിയത് റേഞ്ച് ഓഫ് ബെയ്ലീസ് ടർബിഡിമീറ്റർ ഈസ്. ബെയ്ലീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ബെയ്ലീസും നെഫ്ലോമീറ്ററും ഒക്കെ വളരെ ചെറിയ ടർബിഡിറ്റി, സാധാരണ പറയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് 0 to 2 parts/million. ഓക്കെ അല്ലെ? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വേഴ്സനേറ്റ് മെത്തേഡ് the water is titrated against EDTA salt. End of the titration മാറുകയും പിന്നീട് അവസാനം അത് ബ്ലൂ കളറായി മാറുന്ന ഒരു പ്രതിഭാസം, അതാണ് എന്ത്? ഹാർഡ്നസിൽ കാണപ്പെടുന്നത് അല്ലെ. വൈൻ റെഡ് ടു ബ്ലൂ ആണ്. ഓപ്ഷൻ എ അറിയാം. അടുത്ത് നോക്കിയേ, ന്യൂമറിക്കൽ ആണോ? അല്ല,
ആസ് പെർ IS നമ്മുടെ കോഡ് എത്രയാണ്? കോഡ് അറിഞ്ഞിരിക്കണേ. സോഴ്സ് നോക്കിയ കോഡില് അക്സെപ്റ്റബിൾ ലിമിറ്റ് പറയാറുണ്ട്, പിന്നെ ഏതാണ് പെർമിസിബിൾ ലിമിറ്റ് അണ്ടർ അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഏതാണ് ആൾട്ടർനേറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ പെർമിസിബിൾ ലിമിറ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ എന്ത് വരണം? പെർമിസിബിൾ ലിമിറ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ എന്ത് വരണം? കോസ് ഫോർ റിജക്ഷൻ ലിമിറ്റ് ആണ് വരേണ്ടത്. അതില്ലെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റബിൾ ലിമിറ്റ് ആൻസർ ചെയ്യാം. സോ നൗ ദ ആൻസർ ഈസ് അല്ലെ അക്സെപ്റ്റബിൾ ലിമിറ്റ് എത്രയായിരുന്നു? സൾഫേറ്റിന്റെ 200 ആണ്. പെർമിസിബിൾ ലിമിറ്റ് അല്ലെങ്കിൽ CRL എത്രയാണ്? കോസ് ഫോർ റിജക്ഷൻ ലിമിറ്റ് ആണ്. മാക്സിമം ലിമിറ്റ് എത്രയാണ്? 400 ആണ് കേട്ടോ. ഇവിടെ അതാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്, ഓപ്ഷൻ സി. നെക്സ്റ്റ് നോക്കിയത് ഡിസൈൻ പീരീഡ് ഓഫ് ഇലക്ട്രിക് മോട്ടോർ ആൻഡ് പമ്പ് ഇൻ എ വാട്ടർ സപ്ലൈ സ്കീം. നമ്മൾ എഴുതാറുണ്ട് ഏത് ഡിസൈൻ റേറ്റ് ആണ് ഓരോ കമ്പോണൻസിനും വാട്ടർ ട്രീറ്റ്മെന്റിലെ, അതിന് എത്രത്തോളം ഡിസൈൻ ലൈഫ് ഉണ്ട് അല്ലെ. ഡാമിന് ഒരു 50 പോലെ എടുക്കാം. എല്ലാ പൈപ്പുകൾക്കും അത് വാട്ടർ കൺവെയൻ സിസ്റ്റം ആവാം, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആവാം, അതൊക്കെ 30 years ആണ്. ബാക്കിയുള്ള മിക്ക ആൾക്കാർ അതായത് ചില അഡ്വാൻസ് അപ്പൊ പുതിയ അഡ്വാൻസ്മെന്റ് വന്നു. അത്തരത്തിലുള്ള സാധനങ്ങൾ ഓക്കെ ഏതൊക്കെയാണ്? ഇലക്ട്രിക് മോട്ടോർ ആൻഡ് പമ്പുകളൊക്കെ ദേ ആർ സബ്ജക്ട് ടു എന്താണ്? അഡ്വാൻസ്മെന്റ്. ഹെൻസ് അവരുടെ ഡിസൈൻ ലൈഫ് കുറവായിരിക്കും. എത്രയാണ് ഏകദേശം വരുന്നത്? 15 years ആണ് അല്ലെ നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. ക്ലിയർ? യെസ്. നമുക്കറിയാം വാട്ടർ ട്രീറ്റ്മെന്റ് കമ്പോണന്റിൽ സർവീസ് റിസർവോയർ വരെ അതിന് മുമ്പുള്ള എല്ലാ കമ്പോണൻസും മാക്സിമം ഡെയിലി ഡിമാൻഡിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തത്. സർവീസ് റിസർവോയർ തുടങ്ങി പിന്നീടുള്ള എല്ലാവർക്കും പിന്നീട് അങ്ങോട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഏത് റേറ്റിലാണ്? യെസ്, ഒന്നെങ്കിൽ മാക്സിമം അവർലി ഡിമാൻഡ് അല്ലെങ്കിൽ ടോട്ടൽ ഡിമാൻഡ്. ഏതാണോ മാക്സിമം അതിനു വേണ്ടിയാണ്. ഓപ്ഷൻ എ. അടുത്ത് നോക്കി നമ്മുടെ ഫയർ ഡിമാൻഡ് ഓഫ് സിറ്റി ഹാവിംഗ് എ പോപ്പുലേഷൻ ഓഫ് 1,40,000. ഓക്കെ, എസ്റ്റിമേറ്റ് ബൈ ദ കുച്ചിലിങ്സ് ഫോർമുല പറയാറുണ്ട്. സോ ഫോർമുല എല്ലാം ഓർക്കണേ. ആദ്യം ഫോർമുലയെ കിടക്കാം. ഓക്കെ, എത്രയാണ്? 5 ഫോർമുല ഉണ്ട്. കുച്ചിലിങ്സ് 3182. പിന്നെ ഫസ്റ്റ് ഫോർമുല അറിയാം, ഫ്രീമാൻസ് ഫോർമുല അറിഞ്ഞിരിക്കണം. അതേപോലെ നമ്മുടെ NBQ അല്ലെ, NBF ആണ്, നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർ റൈറ്റേഴ്സ് ഫോർമുല. ദെൻ നമ്മുടെ ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർമുല എത്രയാണ്? ഈസിക്കൽ എത്രയാണ്? 100 √P ആണ് അല്ലെ. ഇവിടെ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? Q in കിലോ ലിറ്റേഴ്സ് കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇക്വേഷൻസിലും ഈ 5 ഇക്വേഷനിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർമുലയിൽ മാത്രമേ കിലോ ലിറ്റേഴ്സ് കിട്ടുള്ളൂ. ബാക്കി 4 ഫോർമുലകളിലും ലിറ്റേഴ്സ് പെർ മിനിറ്റിലാണ് നമുക്ക് ഡിസ്ചാർജ് കിട്ടുക. ലിറ്റേഴ്സ് പെർ മിനിറ്റിലാണ് ഡിസ്ചാർജ് കിട്ടുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ? സോ നോക്കി നമ്മൾ ഇവിടേക്ക് വരികയാണെങ്കിൽ കുച്ചിലിങ്സ് ഫോർമുലയാണ് 3182 √P. പോപ്പുലേഷൻ 1,40,000 ആണ്. അതുകൊണ്ട് തൗസൻഡ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അറിയാലോ അല്ലെ, 140 ആണ് വരിക. യു വിൽ ഗെറ്റ് ദിസ് ആൻസർ ഇൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ്. ആണ്. അത് എത്രയാണ് വരുന്നത്? യെസ്, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് യു വിൽ ഗെറ്റ് ദാറ്റ് വാല്യൂ ആസ് ലിറ്റേഴ്സ് പെർ മിനിറ്റ് 37,644 തോന്നുന്നു. 37,649. ദിസ് മച്ച് ഇസ് ദ ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. ബട്ട് ഇതിനെ എന്ത് ചെയ്യണം? ഓപ്ഷൻ ഏതാണ്? ക്യൂമെക്സ് അല്ലേ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കണം. അതറിയാലോ. യെസ്, സോ ദിസ് വിൽ ബി 37649 into 10⁻³ എന്തായി? മീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ ഒരു മിനിറ്റ് എത്രയാണ്? 60 seconds ആയി മാറി. സോ ബൈ ഡൂയിങ് ദിസ് സ്റ്റെപ്പ് യു വിൽ ഗെറ്റ് ദ ആൻസർ. എത്രയാണ്? 0.62 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർലേ? ഹെൻസ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. 0.62 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ക്ലിയർലേ? 1 മീറ്റർ ക്യൂബ് ആണ് 10⁻³ ലിറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, യെസ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കൂ. യെസ്, നോക്കി ഇവിടെ പറഞ്ഞു ഇതാണ് നമ്മുടെ ഏതുണ്ടാവുക? ഫയർ ഡിമാൻഡ് ഇക്വേഷൻ. കൂടെ ഓർത്തിരിക്കുക മറ്റു ഡിമാൻഡുകൾ ഏതൊക്കെ ഉണ്ട്? ആവറേജ് ഡെയിലി ഡിമാൻഡ് ഉണ്ട്. പിന്നീട് അതിന്റെ ഒരു 1.8 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡെയിലി ഡിമാൻഡ് കിട്ടും. ഏകദേശം 2.7 ചെയ്താൽ മാക്സിമം അവർലി ഡിമാൻഡ് കിട്ടും. എന്താണ് കോഇൻസിഡന്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? എന്താണ് കോഇൻസിഡന്റ് ഡ്രാഫ്റ്റ്? ഇറ്റ് ഇസ് സം ഓഫ് മാക്സിമം ഡെയിലി ഡിമാൻഡ് ആൻഡ് ഏതാണ്? ഫയർ ഡിമാൻഡ്. ആൻഡ് ടോട്ടൽ ഡിമാൻഡ് ഏതിന്റെ ഒക്കെ മാക്സിമം ആണ്? ഈ പറഞ്ഞ കോഇൻസിഡന്റ് ഡ്രാഫ്റ്റിന്റെയും യെസ് മാക്സിമം അവർലി ഡിമാൻഡിന്റെയും മാക്സിമത്തിനെയാണ് എന്ത് പറയാ? ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയാം അല്ലെ. ഡിമാൻഡ് എന്ന് പറയുന്ന മറ്റൊരു ടേം ആണ് എന്ത്? ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് സാധനത്തിന്റെയും മാക്സിമത്തിനെയാണ് എന്ത് പറയാ? ടോട്ടൽ ഡിമാൻഡ്. ഓക്കെ, സോ ആ ടേം അറിഞ്ഞിരിക്കുക. അവർലി ആണെങ്കിൽ 2.7 ടൈംസ് ആണ്, ഡെയിലി ആണെങ്കിൽ 1.8, വീക്ക്ലി ആണെങ്കിൽ 1.48, മന്ത്ലി ഡിമാൻഡ് ആണെങ്കിൽ 1.28. ഈ വാല്യൂസ് ഓർത്തിരിക്കണം. ദീസ് ആർ ടേംഡ് ആസ് ഫ്ലക്ച്വേഷൻ ഫാക്ടേഴ്സ് ഗിവൺ ബൈ ഗുഡ് റിച്ച് ഫോർമുല. അറിയാലോ, അയാൾ ഗുഡ് ആണ്, അയാൾ റിച്ച് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ദ ആവറേജ് സീവേജ് ഫ്ലോ ഫ്രം എ സിറ്റി ഈസ് ഫ്ലോ എത്രയാണ്? 18 to 10⁻6 ലിറ്റേഴ്സ് പെർ ഡേ. ശരി. ഇഫ് ദ ആവറേജ് 5-day POD ഈസ് 200, കമ്പ്യൂട്ട് ദ പോപ്പുലേഷൻ ഇക്വാലന്റ്
ഓഫ് ദ സീവേജ് പോപ്പുലേഷൻ ഇക്വാലന്റ് ആണ്. അസ്യൂം പെർ ക്യാപിറ്റ BOD സീവേജ് ഈസ് 80 gram per day. അത് അവർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നോ, ആ വാല്യൂ ഓർക്കണം. ക്ലിയർ അല്ലേ? സോ പോപ്പുലേഷൻ ഇക്വാലന്റ് ആണ്, സംഭവം സിമ്പിൾ ആണ്. പോപ്പുലേഷൻ ഇക്വാലന്റ് ഈസ് ഈക്വൽ ടു BOD ഓഫ് ദ ഇൻഡസ്ട്രി ഡിവൈഡ് ബൈ എന്താണ് സ്റ്റാൻഡേർഡ് BOD, സ്റ്റാൻഡേർഡ് ആവറേജ് സ്റ്റാൻഡേർഡ് എന്നാണ് BOD. സോ എത്രയാണ് വാല്യൂ പറയുന്നത് നോക്കിയേ, 18 × 10⁶ 200 ആണ് അല്ലെ. സോ നോക്കി 200 milligram per liter ആയിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു 10⁻⁻6 യൂണിറ്റ് എന്തായി കിലോഗ്രാം പെർ ലിറ്റർ ആയി മാറുകയാണ്. ഇൻറ്റു മൊത്തം ഡിസ്ചാർജ് 80 × 10⁻6 എന്താണ് ലിറ്റേഴ്സ് പെർ ഡേ ആണ്. ഡിവൈഡ് ബൈ 80 gram ആണ്, അതായത് 80 × 10⁻³ എന്ത് കിട്ടും, ദിസ് വിൽ ബി കിലോഗ്രാം പെർ ക്യാപിറ്റ പെർ ഡേ ആയി മാറും. ഓക്കെ അല്ലേ? സോ ഏതൊക്കെ യൂണിറ്റ് ക്യാൻസൽ ആവും, ഇവിടെ ഒരു ലിറ്റർ, ഇവിടെ ഒരു ലിറ്റർ, പിന്നെ മുകളിൽ കിലോഗ്രാം പെർ ഡേ ആണ്, താഴെയും കിലോഗ്രാം പെർ ഡേ ആണ്. ഓക്കെ, സോ ഇഫ് യു ഡു ദിസ് 10⁻6 ഇവിടെ ക്യാൻസൽ ആവും, 10�6 ഇവിടെ ക്യാൻസൽ ആവും അല്ലെ. സോ എത്രയാണ് 16 × 10⁻³ ഡിവൈഡ് ബൈ 80. യെസ്, എത്ര വരും, ദിസ് ഇസ് എക്സാക്ട്ലി എത്ര വരും, 2000 എനിക്ക് തോന്നുന്നു 2 × 10⁻5 എന്ന് കിട്ടും. 2 × 10⁻5 എന്ന ഒരു ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചുരുക്കി എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? 2 × 10⁻5 ഇത് എത്ര വരുന്നത്, 16 × 10⁻³ ഡിവൈഡ് ബൈ 80 × 10⁻³ സോ 16 by 80 × 10⁻6 ആണ് വരിക. ഓക്കെ അല്ലേ? 0.2 × 10⁻6 എന്ന് കിട്ടും, ഓർ 2 × 10⁻5. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. നോക്കി അടുത്തൊരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇപ്പൊ പറഞ്ഞ ടേബിളിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ. അവർലി പീക്ക് ഡിമാൻഡ് എത്രയാണ്, 270% ഓഫ് ആവറേജ് ഡിമാൻഡ്. ഡെയിലി എത്രയാണ്, 180 ആണ്. യെസ്, മന്ത്ലി പീക്ക് ഡിമാൻഡ് 120% ആൻഡ് ഇയർലി പീക്ക് ഡിമാൻഡിനെയാണ് നമ്മൾ എങ്ങനെയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആവറേജ് ഡിമാൻഡ്. സോ ഏതാ വരിക, സി A4 2 ആണ്, B4 1 ആണ്. യെസ്, C4 ഏതാണ് 4 ആണ് ആൻഡ് D4 3 ആണ്. ഓപ്ഷൻ സി എന്ന ആൻസർ കിട്ടും, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. ദ വാട്ടർ സപ്ലൈ, അടുത്ത ചോദ്യം, ടു എ ഹൗസ് ബിഗിൻസ് വിത്ത് എ കണക്ഷൻ ഓഫ് സർവീസ് പൈപ്പ്. യെസ്, വിത്ത് മുനിസിപ്പൽ വാട്ടർ മെയിൻസ് സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെ വാട്ടർ സർവീസ് കണക്ഷന്റെ അല്ലെ ഏതൊക്കെ ഉണ്ട്, മെയിൻ പൈപ്പിൽ നിന്ന് ഫെറിയൂൾ വന്നു, പിന്നെ ഗൂസ്നെക്ക് വന്നു, പിന്നെ എന്താണ് നമ്മുടെ സർവീസ് പൈപ്പ് വന്നു, സ്റ്റോപ്പ് കോക്ക് വന്നു, വീടിന്റെ മതിൽ വന്നു, വീടിന്റെ മതിലിന്റെ ഉള്ളിലാണ് എന്തുള്ളത് വാട്ടർ മീറ്റർ ഉണ്ടാവുക. ഓക്കെ, സോ ഏതാണ് ആദ്യം വരിക, ദിസ് ഈസ് ഫെറിയൂൾ, ദെൻ ഗൂസ്നെക്ക്, സ്റ്റോപ്പ് കോക്ക്, ദെൻ ഏതാണ് വാട്ടർ ആണ്. സോ 3 2 1 4 3 2 1 4 ഓപ്ഷൻ സി. ഓക്കെ, 3 2 1 4 ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ കണക്ഷൻ, അറിയാലോ. ഇതാണ് മെയിൻ പൈപ്പ്, ഇതാ അറിയാം നമുക്കറിയാം. മെയിൻ പൈപ്പ് അവിടുന്ന് എൽ ഷേപ്പിൽ ഫെറിയൂള്, ഈ പോയിരിക്കുന്ന എന്താണ് ഗൂസ്നെക്ക് പൈപ്പ്, കുറച്ചൊരു കർവ് ഉണ്ട്, അതിന്റെ പ്ലാൻ വ്യൂ കാണാം നിങ്ങൾക്ക്. ദെൻ വി ആർ ഹാവിംഗ് യെസ് സർവീസ് പൈപ്പ് ആണ്, സ്റ്റോപ്പ് കോക്ക്, മതിലിനകത്താണ് എന്തുണ്ടാവുക, ഇൻസൈഡ് ദ ബൗണ്ടറി ആണ് ഇപ്പോഴും എന്ത് കാണപ്പെടുന്നത്, വാട്ടർ മീറ്റർ കാണപ്പെടുന്നത്. ഇല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ചാൻസ്. ഓക്കെ, അടുത്ത് നോക്കിയ വാൾവുകളാണ്. വെൻ ദ പമ്പ് ഈസ് ഓപ്പറേറ്റഡ്, ഒന്ന് വായിച്ചു നോക്കിയ, ദ വാൾവ് ഈസ് ഓപ്പൺഡ്, ശരി. ബട്ട് വെൻ ദ പമ്പ് ഈസ് സഡൻലി സ്റ്റോപ്ഡ്, ദ വാൾവ് ഈസ് ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ്, അതായത് റിവേഴ്സ് ഫ്ലോ നടക്കില്ല. ശരി, ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് വിച്ച് ഓഫ് ദ വാൾവ്, സ്കോർ, ബട്ടർഫ്ലൈ, ചെക്ക് വാൾവ്, സ്ലൂയിസ് വാൾവ്. ഒരു സംശയമില്ല, നമ്മുടെ ചെക്ക് വാൾവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൾവ് അല്ലെ, അല്ലെങ്കിൽ റിഫ്ലക്സ് വാൾവ് എന്നൊക്കെ പറയാറുണ്ട്. ചെക്ക് വാൾവ്, നോൺ റിട്ടേൺ വാൾവ് അല്ലെങ്കിൽ റിഫ്ലക്സ് വാൾവ്. നോക്കിയ വാൾവുകളിലൂടെ പേരുകളിലൂടെ കടന്നു പോവാം. ടൈപ്സ് ഓഫ് വാൾവ്, ഗേറ്റ്, സ്ലൂയിസ്, ഷട്ട് ഓഫ് അല്ലെങ്കിൽ സ്റ്റോപ്പ് വാൾവ്. മാനുവൽ ആണല്ലേ, ഓട്ടോമാറ്റിക് ആണോ, അല്ല. എന്തിനാണ്, ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് എക്സാമ്പിൾസ് നോക്കിയാൽ നമ്മുടെ ഗ്ലോബ് വാൾവ്, യെസ് ഇതാണ് ഗ്ലോബ് വാൾവ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഏതാണ് നമ്മുടെ സ്റ്റോപ്പ് കോക്ക് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഗേറ്റ് വാൾവ് ആണ്. ഇതെന്നാ ബട്ടർഫ്ലൈ വാൾവ് ഈസ് അനദർ എക്സാമ്പിൾ. എയർ വാൾവ് നോക്കിയേ, എയർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും എയർ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കറിയാം എവിടെയാണ്, ബട്ട് ദീസ് ആർ എന്താണ് ഓട്ടോമാറ്റിക് വാൾവ്സ് ആണ്, അത് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ പ്രഷർ റിലീസ് വാൾവ് അല്ലെങ്കിൽ സേഫ്റ്റി വാൾവ് അല്ലെങ്കിൽ കട്ട് ഓഫ് വാൾവ് ആണ്. യെസ്, ഇതും എന്ത് തന്നെയാണ്, ഓട്ടോമാറ്റിക് വാൾവ് ആണ്. ടു റെഡ്യൂസ് ദ പ്രഷർ ഇൻക്രീസ് ഡ്യൂ ടു വാട്ടർ ഹാമറിംഗ് ആണ്. ടു റെഡ്യൂസ് ദ പ്രഷർ ഇൻക്രീസ് ഡ്യൂ ടു വാട്ടർ ഹാമറിംഗ്, അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന ഓട്ടോമാറ്റിക് വാൾവ്. ഇനി നോക്കിയേ, വാട്ടർ പ്രഷർ കാർ, ഇതാണ് വാട്ടർ പ്രഷർ കാർ അല്ലെങ്കിൽ സ്പ്രിംഗ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാൾവ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം, പ്രഷർ റിലീസ് വാൾവ് ആണ്. ഇതേ പർപ്പസോട് കൂടി കൊടുക്കുന്ന ടാങ്കിനാണെന്ന് പറയാ സർജ് ടാങ്ക്. അപ്പോൾ ഇത് ഓർക്ക് കേട്ടോ. പിന്നെ ഏതാണ് നമ്മുടെ ചെക്ക് വാൾവ് അല്ലെങ്കിൽ റിഫ്ലക്സ് വാൾവ് അല്ലെങ്കിൽ എന്താണ് നോൺ റിട്ടേൺ വാൾവ്, അത് നമ്മൾ കണ്ടു എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതാണ് പരിപാടി. ദെൻ സ്കോർ വാൾവ് അല്ലെങ്കിൽ ബ്ലോ ഓഫ് അല്ലെങ്കിൽ ഡ്രെയിൻ അല്ലെങ്കിൽ വാഷ് ഔട്ട്. യെസ്, നമ്മുടെ പൈപ്പിൽ സെറ്റിൽ നോക്കി വിടാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ബ്ലോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് എ മാനുവൽ വാൾവ് ആണ്. അറ്റ് ദ ലോവസ്റ്റ് പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്കോർ വാൾവ് കൊടുക്കുക. തീർച്ചയായിട്ടും ഇതാണ് സ്കോർ വാൾവ്. ദെൻ ഫൂട്ട് വാൾവ് അറിയാലോ. യെസ്, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇൻടേക്ക് സ്ട്രക്ചേഴ്സ് ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് ദ impurities ആണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബോൾ വാൾവ് ആണ്, ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ലെവൽ ഓഫ് വാട്ടർ. അല്ലെ, നമ്മളെ ഫ്ലഷ് ടാങ്കിലൊക്കെ കാണുന്ന ഇതാണ്.
അത് പറഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിയ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അറിഞ്ഞിരിക്കുക, ട്രീ ഓർ ഡെഡ് ആൻഡ് സിസ്റ്റം അല്ലെ, ഏറ്റവും ഓൾഡ് ആണ് ഇറഗുലർലി ഡെവലപ്ഡ് സിറ്റീസിന് വേണ്ടിയിട്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രിഡ് അയൺ അല്ലെങ്കിൽ റെട്ടിക്കുലേഷൻ അല്ലെങ്കിൽ ഇന്റർലേ സിസ്റ്റം ആണ്. ഇതാണ് ഏറ്റവും ചെലവ് കൂടുതൽ, ഇതാണ് ഏറ്റവും ബെസ്റ്റും. ഓക്കെ അല്ലെ, ഇതില് പ്രഷർ ഒക്കെ എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ ഗ്രിഡ് അയൺ സിസ്റ്റം ആണ്. പിന്നെ റിംഗ് ഓർ സർക്കുലേഷൻ സിസ്റ്റം ഉണ്ട്. ഇവിടെ ഫ്ലോ എങ്ങനെയാണ് നടക്കുന്നത്? ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്താണ്? ഇൻവേർഡ് ഡയറക്ഷൻ ആണ് കേട്ടോ. പുറത്ത് നമുക്ക് കൊടുക്കണ്ട വാട്ടർ സപ്ലൈ ചെയ്യേണ്ട ഏരിയക്ക് ചുറ്റും നമ്മൾ എന്ത് ചെയ്യാണ്? മെയിൻ പൈപ്പ് കൊടുക്കും അല്ലെ, റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ്? സർക്കുലേഷൻ സിസ്റ്റം. പിന്നെ ഏതാണ്? റേഡിയൽ ഉണ്ട്. റേഡിയൽ എന്ന് പറയുമ്പോൾ ഫ്ലോ ഡയറക്ഷൻ ഈസ് ഔട്ട്വേർഡ് ആണ് അല്ലെ, സോണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താ പരിപാടി നോക്കാം, നമുക്കറിയാം, വിഷുള്ള കേസല്ല. ഓക്കെ, അടുത്ത് നോക്കിയേ, പെർ ക്യാപിറ്റ ഡിമാൻഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. നമ്മൾ എങ്ങനെയാണ് പെർ ക്യാപിറ്റ ഡിമാൻഡ് കണ്ടുപിടിക്കുക? പെർ ക്യാപിറ്റ ഡിമാൻഡ് LPCD. നിങ്ങൾ ഒരു കൊല്ലത്തെ മൊത്തം എന്ത് ചെയ്യും? ആവശ്യം അതിനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിനെ വീണ്ടും എന്ത് ചെയ്യും? അതിനെ സോ ഇയർലി വാട്ടർ കൺസപ്ഷൻ ഇൻ ലിറ്റേഴ്സ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു ഏതാണ്? 365. അതിന്റെ കാൽക്കുലേഷൻ നമുക്കറിയാം, ഓപ്ഷൻ ഡി ആണ് വരും. അടുത്ത് നോക്കിയേ, ദ സെറ്റിലിംഗ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ്. സെറ്റിലിംഗ് വെലോസിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ്? 0.7 cm/s. സെറ്റിലിംഗ് വെലോസിറ്റി VS. ഓക്കെ, ആൻഡ് ദ ഓവർഫ്ലോ റേറ്റ് OFR തന്നിട്ടുണ്ട്, അറിയാലോ എന്താന്നുള്ള സാധനം. ഓഫ് ദ ക്ലാരിഫയർ ഈസ് 0.8 cm/s. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് പാർട്ടിക്കിൾസ്? യെസ്, റീറ്റെയിൻഡ് ഇൻ ദ ക്ലാരിഫയർ എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് പാർട്ടിക്കിൾ? യെസ്, റീറ്റെയിൻഡ് ഇൻ ദ ക്ലാരിഫയർ. റീറ്റെയിൻ അല്ല ചോദിക്കുന്നത്, എന്താണ്? റിമൂവ്ഡ് ആണ് കേട്ടോ. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് പാർട്ടിക്കിൾ റീറ്റെയിൻഡ് ഇൻ ദ ക്ലാരിഫയർ അല്ലെങ്കിൽ എന്താണ്? റിമൂവ്ഡ്. റീറ്റെയിൻഡ് ഓർ എന്ത് പറയാം? റിമൂവ്ഡ് അല്ലെ. നോക്കി എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ പാർട്ടിക്കിൾ എല്ലാം ടാങ്കിൽ എവിടെ ഉണ്ടാവുക? ടാങ്കിന്റെ എല്ലാം താഴെ പോയി എന്താവും? സെറ്റിൽ ആവും. എന്നിട്ട് ആ സെറ്റിലായ പാർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിമൂവ് ചെയ്യും. സോ വാട്ട് എവർ ദ പാർട്ടിക്കൽ റീറ്റെയിൻ എന്ന് പറയുമ്പോൾ യെസ്, റിമൂവ് ചെയ്ത പാർട്ടിക്കിൾ ആണ്. ക്ലിയർ അല്ലേ? രണ്ടും എന്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? സെയിം തന്നെയാണ്. സോ എന്താണ് നമ്മുടെ ഇക്വേഷൻ? പെർസെന്റേജ് റിമൂവൽ ഇസ് ഗിവൺ ബൈ യെസ് US/VS into 100 ആണ്. സോ ദിസ് വിൽ ബി 0.7 cm/s ഡിവൈഡ് ബൈ 0.8 അല്ലേ cm/s. വാല്യൂ കറക്റ്റ് അല്ലേ? യെസ്, 0.7 and 0.8 ആണ്. ഇൻറ്റു എന്ത് ചെയ്യുക? ഇൻറ്റു 100 ചെയ്യാം, ഇൻറ്റു 100%. സോ നിയർ ടു എത്രയാണ്? 90 ആണ് വരിക. സോ ദിസ് ഇസ് ഏകദേശം 88% എന്ന് വരും. ഓക്കെ, ഏതാ വരും? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം നോക്കിയാൽ മറ്റൊരു ന്യൂമറിക്കൽ. ഇഫ് ദ റിക്വയർഡ് സപ്ലൈ ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു സപ്ലൈ വാട്ടർ ടു എ പോപ്പുലേഷൻ ഓഫ് 20,000 at a per capita demand of 150 liters per day. ഓരോരുത്തർക്ക് 150 ആണ്. ഓക്കെ, the disinfectant used is bleaching powder containing 30% available chlorine. Okay, if 0.3 parts per million of chlorine dose is required. So chlorine dose തന്നിട്ടുണ്ട്. Determine the annual, ശ്രദ്ധിക്കണേ, determine the annual requirement ആണ് ചോദിച്ചിരിക്കുന്നത്. Determine the annual requirement of the bleaching ആണ്. So chlorine dose തന്നിട്ടുണ്ട്, എന്നിട്ട് bleaching powder dose ചോദിക്കുന്നു. സിമ്പിൾ ആണല്ലോ അല്ലെ? നമുക്കറിയാം എന്താണ്? Bleaching powder dose is given by the bleaching powder dose is given by chlorine dose divided by എന്താണ്? whatever the percentage freely available chlorine. So bleaching powder dose is 0.3 mg/liter ആണ്. ശരി, ആൻഡ് എത്ര പെർസെന്റേജ് ആണ്? 30% ആണ്. So that will be equal എത്രയാണ്? 0.3 mg/liter divided by 0.3. So എത്രയാണ് ബ്ലീച്ചിങ് പൗഡർ ഡോസ്? 1 mg/liter ബ്ലീച്ചിങ് പൗഡർ ഡോസ് വേണം. ശരി, ഓക്കെ. ആൻഡ് ടോട്ടൽ ആനുവൽ ആണ് ചോദിച്ചിരിക്കുന്നത്. 20,000 ആളുകൾ, 150 liter per capita per day. Therefore, total bleaching powder required will be equal 1 milligram ആണ്. അതിനെ എങ്ങനെ എഴുതി? 1 into 10⁻⁻6 എന്തായി? കിലോഗ്രാം പെർ എന്തായി? ലിറ്റർ ആയി. എത്ര ആൾക്കാരുണ്ട്? 20,000 ആൾക്കാർ. അതായത് 2 into 10⁻4 എന്ന് എഴുതി. 2 into 10⁻4. ഓക്കെ, ഇൻറ്റു എത്രയാണ്? പെർ ക്യാപിറ്റ 150 liters per capita per day ആണ്. ഓക്കെ, ബട്ട് ഇത് ടോട്ടൽ ആനുവൽ വേണമെങ്കിൽ എന്തുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം? ടോട്ടൽ ആനുവൽ വേണമെങ്കിൽ എന്തുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം? 365 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. സോ നോക്കി 10⁻6 ഉണ്ട്, 10⁻2 ആവും, 10⁻4 ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ. യെസ്, 1905 കിട്ടും. 1095, സോറി, 1095 കിലോഗ്രാം പെർ എന്ത് കിട്ടും? ദിസ് ഇസ് എമൗണ്ട് ഓഫ് ആനുവൽ റിക്വയർമെന്റ് ഓഫ് ദ ബ്ലീച്ചിങ് പൗഡർ. 365 മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോലെ. ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ കാൽക്കുലേഷനും യൂണിറ്റ് കൺവേർഷനും ഒക്കെ നിങ്ങൾ എന്തായിരിക്കും? പക്ക കറക്റ്റ് ആയിരിക്കും. യൂണിറ്റ് കൺവേർഷൻ ഒക്കെ നമുക്കറിയാം അല്ലെ? മില്ലിഗ്രാമിനെ എങ്ങോട്ട് കിലോഗ്രാമിലേക്ക് ആക്കാം, അതൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്സ് അല്ലെ 1 mg/liter ആയിരുന്നു.
1 milligram per ലിറ്ററിനെയാണ് എന്ത് ചെയ്തത് ഇൻറ്റു 10⁻⁻6 കിലോഗ്രാം ആയത്. റിലേഷൻ ഒക്കെ നമുക്കറിയാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തു. ഇതെന്താ നടക്കുന്നത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ എന്നിട്ട് ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്യണം. സോ യു ഗൈസ് ഓൾറെഡി നോ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് അറിയാം. അടുത്ത് നോക്കിയേ, ഇൻ ദ ഡിസൈൻ ഓഫ് എ സെഡിമെന്റേഷൻ ടാങ്ക് ആണ്. ഫ്ലോ ഓഫ് 5 mld അല്ലെ, എത്രയാണ് ഫ്ലോ? 5 mld ആണ്. ഒക്കോഴ്സ് ഇഫ് ദ സർഫസ് ലോഡിംഗ് റേറ്റ് SLR അല്ലെങ്കിൽ ഓവർഫ്ലോ റേറ്റ് അല്ലെങ്കിൽ സർഫസ് ഓവർഫ്ലോ റേറ്റ് യൂണിറ്റ് എന്താണ് 2 liters per യൂണിറ്റ്. ശ്രദ്ധിക്കുക കേട്ടോ, മുദ്ര ശ്രദ്ധിക്കുക, മുദ്ര നോക്കിയേ. 2 liters per day per എന്താണ് സെന്റിമീറ്റർ സ്ക്വയർ. കാൽക്കുലേറ്റ് ദ സർഫസ് ഏരിയ ഓഫ് ദ ബേസിൻ ഇൻ മീറ്റർ സ്ക്വയർ. 2 liter per day per സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ സ്ക്വയറിലാണ് തന്നിരിക്കുന്നത് സർഫസ് ഏരിയ, ബട്ട് ആൻസർ വേണ്ടത് മീറ്റർ സ്ക്വയർ ആണ്. സോ സെന്റിമീറ്റർ സ്ക്വയറിന് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ചേഞ്ച് ചെയ്യണം ആദ്യം. ക്ലിയർ അല്ലേ? സോ നോക്കിയേ, വളരെ സിമ്പിൾ ആണ്. ഫ്ലോ തന്നിട്ടുണ്ട്, ഏരിയ വിൽ ബി ഈക്വൽ ടു ഡിസ്ചാർജ് ഡിവൈഡ് ബൈ വാട്ട് എവർ ദ OFR ഗിവൺ, അല്ലെങ്കിൽ യെസ് സർഫസ് ലോഡിംഗ് റേറ്റ് വാട്ട് എവർ. Q എത്രയാണ്? ഐ ഗെസ് ഇറ്റ് ഈസ് 5 mld അല്ലേ. എത്രയാണ് 5 mld എന്ന് പറയുമ്പോൾ 5 × 10⁻6 5 × 10⁻6 ലിറ്റേഴ്സ് പെർ എന്താണ് ഡേ ആണ്, ഡിവൈഡ് ബൈ OFR എത്രയാണ് 2 × 2 liters per capita, സോ ഡേ പെർ 2 liters per day per എന്താണ് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ മീറ്റർ ആക്കുമ്പോൾ എന്താവും, അത് സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ, മീറ്റർ ആക്കുമ്പോൾ അത് മാറില്ലേ? യെസ് പറയൂ, സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അത് മീറ്റർ ആക്കുമ്പോൾ എന്തായി മാറും? സോ ദിസ് വിൽ ബി 2 × 10⁻4 liters per day per എന്താണ് മീറ്റർ സ്ക്വയർ അല്ലെ. സോ ദിസ് ഈസ് 2 × 10⁻4 liter per day per എന്താണ് മീറ്റർ സ്ക്വയർ. എങ്ങനെ വന്നു അതിന്റെ ചേഞ്ച് ഒക്കെ നമുക്കറിയാവേ. സോ എന്താണ് ഇവിടെ ഇത് ക്യാൻസൽ ആയി 2 ആണ്, 5/2 2.5 × 10⁻10 സ്ക്വയർ ആണ് വരിക. ദിസ് മച്ച് മീറ്റർ സ്ക്വയർ ആണ് വരിക. സോ 250 എന്താണ് മീറ്റർ സ്ക്വയർ, 250 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. യെസ്, ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ, കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമുക്ക് ന്യൂമറിക്കലി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ടൈപ്പ് ഓഫ് സെഡിമെന്റേഷൻ പ്രോസസ് ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ് in which particles settle as in individual entities without significant interaction is called. എല്ലാവരും ഒറ്റയ്ക്ക് എന്താവുന്നു, സെറ്റിൽ ആവുന്നു, ഡിസ്ക്രീറ്റ് ആയിട്ട് സെറ്റിൽ ആവുന്ന അവസ്ഥ, അതിനാണ് എന്താ പറയുക, ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ്. സോ ഏതാ വരുന്നത്? ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ്. ഓക്കെ, ടൈപ്പ് ഓഫ് സെറ്റിലിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ 4 ടൈപ്പ് ഉണ്ടായിരുന്നു. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ടൈപ്പ് 1 ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് എന്ന് പറയാ, ഒറ്റയ്ക്ക് എന്താവുന്നു, സെറ്റിൽ ആവുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്കിലും ഗ്രിഡ് ചാമ്പറിലും നടക്കുന്ന ഏതാണ്? യെസ്, ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് ആണ്. രണ്ടാമത്തത് ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ് അല്ലെ, അവരുടെ ഷേപ്പും സൈസും ഒക്കെ മാറും ബിക്കോസ് ദേ പാർട്ടിക്കിൾസ് ആർ കമ്മിങ് ടുഗദർ ആൻഡ് ഗ്രോയിങ് ഇൻ സൈസ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കും ക്ലാരി ഫ്ലോക്കുലേറ്ററും. മൂന്നാമത്തേതാണ് ഹിൻഡേർഡ് സെറ്റിലിംഗ് അല്ലെങ്കിൽ സോൺ സെറ്റിലിംഗ് എന്ന് പറയും അല്ലെ, അവിടെ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾസ് ഓവർലാപ്പ് ചെയ്യപ്പെടും. ആ കാരണത്താൽ പാർട്ടിക്കിൾസ് എല്ലാം ഒരേ സോണിലേക്കാണ് സെറ്റിൽ ചെയ്യപ്പെടുന്നത്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക് ആഫ്റ്റർ ഏതാണ്? ASP ആണ്. പിന്നീട് കംപ്രഷൻ സെറ്റിലിംഗ് ആണ്, അതായത് പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ കൂടിയതുകൊണ്ട് മുകളിലത്തെ ലെയറിലെ പാർട്ടിക്കിളിന്റെ കംപ്രഷൻ കാരണം അല്ലെങ്കിൽ വെയിറ്റ് കാരണം താഴെയുള്ള പാർട്ടിക്കിൾ കംപ്രസ്ഡ് ആവുകയാണ്. എക്സാമ്പിൾ SST ആഫ്റ്റർ ഏതാണ്? ട്രിക്കിളിംഗ് ഫിൽട്ടർ ആണ്. ക്ലിയർ അല്ലേ? സോ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം, അതായിരിക്കാം ചോദിക്കാനുള്ള സാധ്യത. ഇവിടെ ഇപ്പൊ തൽക്കാലം ഡിസ്ക്രീറ്റ് ആണ് എക്സാമ്പിൾ. ക്ലിയർ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. അറേഞ്ച് ദ ഫോളോയിങ് ഡ്രിങ്കിംഗ് വാട്ടർ ട്രീറ്റ്മെന്റ് യെസ് കമ്പോണന്റ്സ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. ഇതൊക്കെ സ്ഥിരം വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ സെഡിമെന്റേഷൻ, എയറേഷൻ, ഫിൽട്രേഷൻ. ആദ്യം ഏതാണ്? ആദ്യം എയറേഷൻ. ആദ്യം സ്ക്രീനിങ് ആണ്, പിന്നീട് എയറേഷൻ, then പ്ലെയിൻ സെഡിമെന്റേഷൻ, കോയാഗുലേഷൻ സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ, then ഡിസിൻഫെക്ഷൻ. ഇവിടെ ഇപ്പൊ ആദ്യം എയറേഷൻ, സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ, ഡിസിൻഫെക്ഷൻ അല്ലേ. സോ 2, 1, 3, 4 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 2, 1, 3, 4 ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? സോ ഇതിന്റെ ഓർഡർ ഇങ്ങനെ വരിക 2, 1, 3, 4 ആണ് നമ്മൾ കണ്ടു. ഓക്കെ, നോക്കിയേ, ആ ഒരു പോർഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ പറഞ്ഞ സീക്വൻസ് ആണ് പറയുന്നത് അല്ലെ, വാട്ടർ ട്രീറ്റ്മെന്റ് സ്റ്റെപ്സുകളാണ്. ഓരോന്നിലേക്ക് ചെറുതായിട്ടൊന്ന് കിടക്കാം. സ്ക്രീനിങ്ങിൽ നമ്മൾ കോ സ്ക്രീൻ ആണ് അല്ലെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഫൈൻ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് എന്താവും കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. സൈസ് അറിഞ്ഞിരിക്കുക ആൻഡ് അതിന്റെ ബാറുകളുടെ സ്പേസിംഗ് അറിഞ്ഞിരിക്കുക. ഏകദേശം എന്താണ് ഇംഗ്ലൈൻഡ് അല്ലെ, നമ്മൾ വെർട്ടിക്കൽ എല്ലാ സ്ക്രീൻ പ്ലേസ് ചെയ്യുക, ഇംഗ്ലൈൻഡ് ആണ് പ്ലേസ് ചെയ്യുക. അതിന്റെ കാരണങ്ങളൊക്കെ അറിയാം. ഇതാണ് നമ്മുടെ കോ സ്ക്രീൻ എന്ന് പറയുന്നത്. പിന്നെ എയറേഷൻ ആണ്, അതിന്റെ മെത്തേഡ്സ് ഇതൊക്കെയാണ്. സ്പ്രേ നോസൽ മെത്തേഡ്, ഡിഫ്യൂസ്ഡ് എയർ മെത്തേഡ് ഉണ്ട്, സ്പ്രേ ടവർ മെത്തേഡ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കസക്കേഡ് എയറേറ്റർ ആണ്. യെസ്, ഏറ്റവും അല്ലെ ലാർജ് ക്വാണ്ടിറ്റിക്ക് ചീപ്പായിട്ട് ചെയ്യണമെങ്കിൽ ഏതാണ് നമ്മുടെ ഈ പറയുന്ന ഇതാണ് ട്രേ ടവർ മെത്തേഡ് കാണിച്ചിരിക്കുന്നത്. സ്മോൾ ക്വാണ്ടിറ്റി പ്ലെയിൻ സെഡിമെന്റേഷൻ അറിയാലോ. യെസ്, ഗവേൺഡ് ബൈ ഏതാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനോർഗാനിക് സോളിഡ്സിന്റെയും ഓർഗാനിക് സോളിഡ്സിന്റെയും യെസ് സീവേജിന്റെയും ടാറിന്റെയും ബിറ്റുമിന്റെയും ഒക്കെ എന്താറിഞ്ഞിരിക്കണം? സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ നമുക്കറിയാം, പറയാറുണ്ട് സ്ഥിരം. 2 ടൈപ്പ് സെഡിമെന്റേഷൻ ടാങ്ക് ആണ്, ഫിക്സ്ഡ്
ഡിറ്റൻഷൻ ടൈം എത്രയാണ് 24 hours. ദെൻ കണ്ടിന്യൂസ് ഫ്ലോയിൽ നമ്മൾ പറയുന്ന ഏതാണ് ഹൊറിസോണ്ടൽ ഫ്ലോ സെഡിമെന്റേഷൻ ടാങ്ക് ആണ്, അതായത് പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. എത്രയാണ് അതിന്റെ ഡിറ്റൻഷൻ ടൈം വരാറുള്ളത് 4 to 8 hours ആണ്. പിന്നീട് കോയാഗുലേഷൻ സെഡിമെന്റേഷൻ ക്ലാരി ഫ്ലോക്കുലേറ്ററിലാണ് നടക്കുക. നമ്മൾ എന്ത് യൂസ് ചെയ്യും, കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എത്ര സൈസിന് വേണ്ടിയാണ്, ഫോർ സൈസ് ലെസ് ദാൻ എത്രയാണ് 50 മൈക്രോമീറ്റർ ആണ് അല്ലെ. യെസ്, ക്ലിയർ അല്ലേ. ഫോർ റിമൂവിങ് വെരി ഫൈൻ പാർട്ടിക്കിൾസ് ആണ്. ഏതൊക്കെയാണ് നമ്മുടെ കെമിക്കൽസ് ഉണ്ടാവാറുള്ളത്, ആലമാണ്. ഏതാണ് ടാങ്ക്, ക്ലാരി ഫ്ലോക്കുലേറ്റർ. എത്രയാണ് ഡിറ്റൻഷൻ ടൈം 2 to 4 hours. ഓക്കെ, ആലമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അതിന് യൂണിവേഴ്സൽ കോയാഗുലേറ്റ് എന്ന് പറയാൻ കാരണം അതിന്റെ വർക്കിംഗ് pH is 6.5 to 8.5 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ഹാൻഡിൽ ആണ്. വെറുതെ വെള്ളത്തിൽ ഇടുന്നത് മതി, കലക്കിയാൽ മതി. പിന്നെ ഉള്ളത് ഏതാണ്, നമുക്ക് കോപ്പറസ് ഉണ്ട്, ക്ലോറിനേറ്റഡ് കോപ്പറസ് ഉണ്ട്, ആൻഡ് സോഡിയം അലൂമിനേറ്റ് ഉണ്ട്. ആലം, കോപ്പറസ്, ക്ലോറിനേറ്റഡ് കോപ്പറസ് എല്ലാം വർക്ക് ചെയ്യാൻ ആൽക്കലൈനിറ്റി ആണ് വേണ്ടത് വാട്ടറിൽ. ബട്ട് സോഡിയം അലൂമിനേറ്റ് ഓൺലി വർക്ക്സ് വിത്ത് ഹാർഡ്നെസ് പ്രസന്റ് ഇൻ ദ വാട്ടർ. അതുകൊണ്ട് തന്നെ യെസ്, തെർമൽ പവർ പ്ലാന്റുകളിലെ ബോയിലർ ഫീഡ് വാട്ടറിനെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, സോഡിയം അലൂമിനേറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതാവട്ടെ. എന്താണ് പിന്നെയും ബാക്കിയുള്ള ടീമുകൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യാണ്. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സാൻഡ് ആണ് നമ്മുടെ ഫിൽട്ടർ മീഡിയം. അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഗ്രാവലിന് സപ്പോർട്ടിംഗ് എന്ന റോൾ മാത്രമേ ഉള്ളൂ, ഫിൽട്രേഷൻ നടക്കില്ല. മെക്കാനിസം ഓഫ് ഫിൽട്രേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. യെസ്, മെക്കാനിക്കൽ സ്ട്രെയിനിങ്, സെഡിമെന്റേഷൻ, ഇലക്ട്രോലൈറ്റിക് ചാർജസ്, പിന്നെ ഏതാണ് ദ ഫേമസ് ബയോളജിക്കൽ ചേഞ്ചസ്. അതിൽ മാത്സ് ഫോളോയിങ് ചെയ്ത് പറയാം. സ്കിമൂഡ് സ്റ്റേക്ക് ലെയർ അറിയാലോ. ഓക്കെ, ഈ പറയുന്ന വാല്യൂസ് വെരി ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്ലോ സാൻഡ് ഫിൽട്ടർ, റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ, പ്രഷർ ഫിൽട്ടർ എന്നിവയുടെ CU അല്ലെ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി, എഫക്റ്റീവ് സൈസ്, റേറ്റ് ഓഫ് ഫിൽട്രേഷൻ. ക്ലിയർ അല്ലേ. ഈ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓൾസോ ദ എഫിഷ്യൻസി. നോക്കിയ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ 100-200 ആണ്. എഫക്റ്റീവ് സൈസ് 0.2 to 0.35 mm. CU എത്രയാണ് 1.8 to 3 ആണ്. യെസ്, വലിയ ഏരിയ വേണം, അതുകൊണ്ട് റൂറൽ ഏരിയയിലാണ് ഉപയോഗിക്കുന്നത്. വേർ വാട്ടർ റിക്വയർമെന്റ് ഈസ് ലെസ്. എഫിഷ്യൻസി ഗംഭീര എഫിഷ്യൻസിയാണ്, 98 to 99%. ഓൺ ദ അതർ ഹാൻഡ് യെസ്, ക്ലീനിങ് എങ്ങനെ നടക്കുക, സ്ലോ സാൻഡ് ഫിൽറ്ററിൽ ക്ലീനിങ് ടോപ്പ് സാൻഡ് ലെയർ റിമൂവ് ചെയ്യാണ്. എത്ര, അപ് ടു എത്രയാണ് 1.5 to 3 സെന്റിമീറ്റർ. ബാക്കി ഒന്ന് ഇളക്കിയിട്ട് നല്ല വാട്ടർ എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. ബട്ട് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ ക്ലീനിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്, ബാക്ക് വാഷിംഗ് ആണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. നോക്കി, ഇവിടെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ 30 times കൂടും, 3000 to 6000. എഫക്റ്റീവ് സൈസ് 0.35 to 0.55 mm. എഫിഷ്യൻസി എത്രയേ ഉള്ളൂ, 80 to 90% എഫിഷ്യൻസി ഉള്ളൂ. ക്ലിയർ അല്ലേ. ചെറിയ ഏരിയ മതി, 10 to 15 meter per square ആണ്. മറ്റേത് 2000 meter square വരെ ഏരിയ വേണം. പ്രഷർ ഫിൽട്ടർ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആൻഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ദ റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ. നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഏതാ ഉപയോഗിക്കുക, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നമ്മൾ റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ ആയിരിക്കും കേട്ടോ. എത്രയാണ്, N is equal to 1.22 root to Q. ക്യൂന്റെ യൂണിറ്റ് എന്താണ്, ഇൻ മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ ആണ്. MLD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആ ഇക്വേഷനിൽ. ഓക്കെ, യെസ്. പ്രഷർ ഫിൽട്ടർ അറിയാലോ. പ്രഷർ ഫിൽട്ടർ ഇതിന്റെ അടുത്ത വരുന്നതാണ്. അതിനു മുമ്പ് റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിലെ ഓപ്പറേഷൻ ട്രബിൾസ് ഏതൊക്കെയാണ്, എയർ ബൈൻഡിങ്, ക്രാക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, മഡ് ബോൾ ഫോർമേഷൻ ആണ്. യെസ്, പ്രഷർ ഫിൽട്ടറിൽ നമ്മൾ വാല്യൂസ് പറയുകയാണെങ്കിൽ ഡയമീറ്റർ, ഡെപ്ത് നോക്കിയേ, എഫക്റ്റീവ് സൈസ് 0.5 to 0.7, CU 1.2 ആൻഡ് 6000 to 15,000 ലിറ്റർ പെർ മീറ്റർ സ്ക്വയർ പെർ അവർ ആണ്. യൂണിറ്റ് ശ്രദ്ധിക്കണം, യൂണിറ്റ് ശ്രദ്ധിക്കണം. ഓക്കെ, മുദ്രയാണ് ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു, ഡിസിൻഫെക്ഷൻ ആണ് അല്ലെ. പാത്തജൻസിനെ റിമൂവ് ചെയ്യുന്ന പരിപാടി. ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ് ഉണ്ട്. ഫിസിക്കൽ മെത്തേഡ് നമുക്കറിയാം, UV റേഡിയേഷൻ ഉണ്ട്, പിന്നെ ഏതാണ് ബോയിലിംഗ് ഉണ്ട്. കെമിക്കൽ മെത്തേഡ്സിൽ ലൈം വെച്ച് ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് യെസ് KMnO4 വെച്ച് ട്രീറ്റ് ചെയ്യാം, പിങ്ക് കളർ ഉണ്ടാവും. ലെസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറുകൾക്ക് വേണ്ടിയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കുന്നത്. ഓസോൺ അറിയാലോ, ചില ഇച്ചിരി കൂടുതലാണെങ്കിലും സ്വിമ്മിംഗ് പൂളുകളിൽ ഉപയോഗിക്കാറുണ്ട്, ഹൈലി അൺസ്റ്റേബിൾ ആണ്. ദെൻ ട്രീറ്റ്മെന്റ് വിത്ത് സിൽവറിനാണ് എന്ത് പറയാ, ഇലക്ട്രോ കാറ്റഡിൻ എന്ന് പറയുന്നത്. അതിന്റെ വെരി ഫേമസ് ക്ലോറിൻ ആണ്. ക്ലോറിൻ വാട്ടറിൽ ഇടുമ്പോൾ HOCl ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാവും, ഹൈലി സ്ട്രോങ് ആണ്, 80 times മോർ എഫക്റ്റീവ് ആണ്. പിന്നീട് OCl മൈനസ് ഹൈപ്പോക്ലോറൈറ്റ് അയൺ ഉണ്ടാവും. ഇവരെ എല്ലാം കൂടി കൂടി ചേർന്നിട്ടാണ് ഫ്രീലി അവൈലബിൾ ക്ലോറിൻ എന്ന് പറയാറുള്ളത്, FAC. ക്ലിയർ അല്ലേ. യെസ്, അതിന്റെ എഫിഷ്യൻസി pH അറിഞ്ഞിരിക്കണം. HOCl ഉണ്ടാവണമെങ്കിൽ 5 to 7 ആണ് pH. ദാറ്റ്സ് വൈ ഡ്യൂറിംഗ് ക്ലോറിനേഷൻ pH is maintained in between 5 to 7 ആണ്. ഓക്കെ, പിന്നീട് ഈ പറയുന്ന ക്ലോറിൻ അമോണിയമായിട്ട് കൂടിച്ചേരുകയും കമ്പൈൻഡ് ഫോം ഓഫ് ക്ലോറിൻ അല്ലെങ്കിൽ യെസ് ക്ലോറമൈൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു അല്ലെ. CFCs എത്രയാണ്, ഏകദേശം 25 times ലെസ് എഫക്റ്റീവ് ആണ്. ദേ ആർ 25 times ലെസ് എഫക്റ്റീവ് ആണ് ദാൻ എന്താണ് ഫ്രീലി അവൈലബിൾ ക്ലോറിൻ. ഓക്കെ, അതിൽ തന്നെ മൂന്നെണ്ണം ഉണ്ട് ക്ലോറമൈൻസ്. യെസ്, മോണോക്ലോറമൈൻ, ഡൈക്ലോറമൈൻ, നൈട്രജൻ ട്രൈക്ലോറൈഡ്. NCl3 നൈട്രജൻ ട്രൈക്ലോറൈഡിന് എന്തില്ല, ഡിസിൻഫെക്ടിങ് പ്രോപ്പർട്ടി ഇല്ല എന്ന പോയിന്റ് കൂടി അറിഞ്ഞിരിക്കും. ഓക്കെ അല്ലെ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വാട്ടർ ഷെഡ് ഓഫ് ഏരിയ 90 hectares ആണ്, ശരി. ഹാസ് എ റൺ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് 0.4, ശരി. സ്റ്റോം ഡ്യൂറേഷൻ
larger than the time of concentration of the watershed and intensity 4.5 centimeter per hour creates a peak discharge of. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. നമ്മൾ ഇറിഗേഷനിൽ പഠിക്കാറുണ്ടല്ലേ, അല്ലെങ്കിൽ ഹൈഡ്രോളജിയിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു പോർഷൻ കൂടിയാണ്. Q is equal to എത്രയാണ്? KIA divided by 360, where I is in the unit intensity ആണ്, mm per hour ആണ്. യെസ്, A നിങ്ങൾ ഹെക്ടറിൽ കൊടുത്താൽ ദിസ് ഈസ് എത്രയാണ് വാല്യൂസ് പറയൂ? 0.4 into 4.5 അല്ലെ, 45 ആണ്. 0.4 into 45 mm per hour into 90 hectares ആണ്, ഡിവൈഡ് ബൈ 360 ചെയ്യുമ്പോൾ യെസ് യു വിൽ ഗെറ്റ് ദ ഡിസ്ചാർജ്. ഡയറക്റ്റ് ഇക്വേഷൻ ആപ്ലിക്കേഷൻ ആണ്. എത്രയാണ് വരുന്നത്? ദാറ്റ് വിൽ ബി യെസ് 4.5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും ഡിസ്ചാർജ്. 4.5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. KIA അല്ലെങ്കിൽ ചിലപ്പോൾ CIA, കോഷ്യന്റ് ഓഫ് റൺ ഓഫിനെ K എന്നോ C എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഈ പറയുന്ന ഇക്വേഷനിൽ mm per hourലാണ് കൊടുത്തിരിക്കുന്നത്. തന്നിരിക്കുന്നത് സെന്റിമീറ്റർ പെർ അവർ ആണ്. 4.5 സെന്റിമീറ്റർ പെർ അവർ ആണ്, കൊടുക്കേണ്ടത് mm per hour ആണ്. അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സീവർ അപ്പർട്ടനൻസസ് ഈസ് യൂസ് ടു കളക്ട് ഡെബ്രീസ്, സാൻഡ്, ഗ്രിറ്റ് എക്സെട്ര, യെസ് ഫ്ലോയിങ് വിത്ത് ദ സ്റ്റോം വാട്ടർ. അതിപ്പോ ഏതാണ്? ഒഴുകി വരുന്ന മഴവെള്ളത്തിന്റെ കൂടെ അല്ലെ, അതേതാണ്? ക്യാച്ച് ബേസിൻ ആണ്. ക്ലീൻ ഔട്ട് അല്ല, ഇൻലെറ്റ് അല്ല, മാൻഹോൾ അല്ല. ഏതാണ്? ക്യാച്ച് ബേസിൻ ഈസ് യൂസ് ടു കളക്ട് ദ സ്റ്റോം വാട്ടർ ആണ്. അതിന്റെ കൂടെ ഒഴുകി വരുന്ന ബാക്കി എല്ലാത്തിനെയും ക്യാച്ച് ബേസിൻ ആണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം സീവർ അപ്പർട്ടനൻസസ് മാൻഹോൾ ഇമ്പോർട്ടന്റ് ആണ്, ക്യാച്ച് ബേസിൻ ഉണ്ട്, യെസ് അതിന്റെ പിന്നെ ക്ലീൻ ഔട്ട് ഉണ്ട് അല്ലെ, സ്റ്റോം ഡ്രെയിനേജ് ഉണ്ട്. നമുക്കറിയാം ഒരുപാട് അതിന്റെ ഇമ്പോർട്ടൻസ് ആയി. നെക്സ്റ്റ് നോക്കിയ ക്വസ്റ്റ്യൻ ഒരു തിയററ്റിക്കൽ ന്യൂമറിക്കൽ ചോദ്യമാണ്. എ സർക്കുലർ സീവർ ഡയമീറ്റർ 400 mm ആൻഡ് സ്ലോപ്പ് ഓഫ് 1 in 400 റണ്ണിംഗ് ഹാഫ് ഫുൾ, പകുതിയേ ഉള്ളൂ. ഓക്കെ, ഹാസ് എ വെലോസിറ്റി ഓഫ് 0.82. എത്രയാണ്? മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് വെലോസിറ്റി ഓഫ് ഫ്ലോ വിൽ ബി ഒബ്റ്റെയിൻഡ് ഇഫ് ദ സ്ലോപ്പ് ഈസ് മെയ്ഡ് എത്രയാണ്? 1 in 100 ആണ്. സോ ആദ്യം സ്ലോപ്പ് എത്രയായിരുന്നു? ആദ്യം സ്ലോപ്പ് 1 in 400 ആണ്. യെസ്, പിന്നീട് സ്ലോപ്പ് എത്രയാക്കി മാറ്റി? 1 in 100 ആക്കി. അതായത് മാറ്റം വന്നത് സ്ലോപ്പിൽ മാത്രമാണ്. ഒരേ പൈപ്പാണ്, ഡയമീറ്റർ മാറിയിട്ടില്ല അല്ലെ. യെസ്, സ്ലോപ്പ് മാത്രമേ മാറിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയിലെ മാറ്റം എന്താണ് ചോദ്യം? നമുക്കറിയാം എന്താ വെരി ഫേമസ് ഇക്വേഷൻ സീവേഴ്സിൽ മാനിങ്സ് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക, വിച്ച് ഇസ് E1 by 1/n R⁻²/3 S⁻1/2. സോ ഈ ടീമുകളെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും, ബിക്കോസ് there is no change in the diameter. So V is directly proportional to S അല്ലെ, ഹാഫ് ആയിരിക്കും. റൂട്ട് എസിന് സോ നമുക്ക് V2 by V1 എന്ന് എഴുതി കഴിഞ്ഞാൽ will be equal to റൂട്ട് ഓഫ് എന്തായിരിക്കും? S2 by എന്തായിരിക്കും? S1 ആയിരിക്കും. ആദ്യം 1/400 ആയിരുന്നു സ്ലോപ്പ് S1, പിന്നീട് ആ സ്ലോപ്പ് എന്തായി മാറി? S2 1/100 ആയി മാറി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സാധനം കിട്ടും. സോ V2 will be equal to V1 into root of 1 in 100 divided by 1 in 400 ആണ്. So this is nothing but V1 into root of 400 divided by 100 ആണ്. That is root 4. That is 2 ആണ്. So this is 0.82 into 2 because V1 is 0.82. This is 1.64 meter per second എന്ന് കിട്ടും. 1.64 meter per second എന്ന് കിട്ടും അല്ലെ. യെസ്, സോ ഏതാ ഒരു ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ഫേമസ് ചോദ്യമാണ്. ദ മിനിമം ആൻഡ് ആവറേജ് വെലോസിറ്റി ഡെവലപ്ഡ് ഇൻ സീവർ ഓഫ് ഇമ്പ്യൂരിറ്റീസ്. മിനിമം ആൻഡ് ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലോ നമ്മുടെ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് നടക്കണം, സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ആണ്. 0.8 to 1.2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എവിടെ കാണപ്പെടുന്നത്? ഇന്ത്യയിൽ. അല്ലെങ്കിൽ 1 to 1.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് 0.4 ഫോർ ദ റിമൂവൽ ഓഫ് ഇനോർഗാനിക് സോളിഡ്സ് ആൻഡ് 5 mm സൈസ് ഓഫ് ഏതാണ്? ഓർഗാനിക് സോളിഡ്സ്. 1 mm സൈസ് ഉള്ള ഇനോർഗാനിക് സോളിഡ്സിന്റെയും 5 mm സൈസ് ഉള്ള ഓർഗാനിക് സോളിഡ്സിന്റെയും യെസ് റിമൂവൽ നടക്കണമെങ്കിൽ മിനിമം ഉണ്ടായിരിക്കേണ്ട സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി 0.45 ആയിരുന്നു അല്ലെ. സോ നല്ല ഓപ്ഷൻ ഏതാണ്? 0.45. പിന്നെ ഏതാ വരിക? യെസ്, എവിടെ? 0.45 ആൻഡ് എന്താണ്? 0.9 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 0.45 to 0.9 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, ആവറേജും മിനിമം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ടൗൺഷിപ്പ് ഈസ് ട്രീറ്റഡ് liters of sewage per day. ഇത്രയാണ് വേസ്റ്റ് വാട്ടർ, വിച്ച് ഹാസ് എ 5-day BOD of per liter. ഓക്കെ, ഇത്രയാണ് ഡിസ്ചാർജ്, ഇത്രയാണ് BOD. The oxidation, an oxidation pond is used. Okay, effluent can have a BOD of
എഫ്ലുവന്റ് ക്യാൻ ഹാവ് എ BOD ഓഫ് യെസ്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അവിടെ നിന്നും പുറത്തു പോകുന്ന വേസ്റ്റ് വാട്ടർ, ഓക്സിഡേഷൻ പോണ്ടിലേക്ക് വേസ്റ്റ് വാട്ടർ വരുന്നുണ്ട്, കുറെ കാലം ഓക്സിഡേഷൻ പോണ്ടിൽ നിൽക്കും, പിന്നീട് അത് പുറത്തേക്ക് ഒഴുക്കി വിടും. ആൻഡ് വരുന്ന ഡിസ്ചാർജിൽ എത്രയാണ്? 150 ഓക്കെ. ലോഡിംഗ് ഈസ് ടു ബി 40 കിലോഗ്രാം ഓഫ് 5-day BOD പെർ ഹെക്ടർ പെർ ഡേ ആണ്. യെസ്, OLR ആണ് തന്നിരിക്കുന്നത്, പെർ ഹെക്ടർ പെർ ഡേ. ദ റിക്വയർഡ് ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം വരുന്ന ഡിസ്ചാർജ് എത്രയാണ്? മൊത്തം വരുന്ന സീവേജ് ഡിസ്ചാർജ് യെസ് 5 × 10⁵ ആണ് ലിറ്റേഴ്സ് പെർ ഡേ. ആൻഡ് BOD ഇൻകമിംഗ് BOD എത്രയാണ്? ഇൻകമിംഗ് BOD 150 ആണ്. യെസ്, ആൻഡ് അതിൽ നിന്ന് എന്ത് പോവും? അതിൽ നിന്ന് ഓക്കെ ഓക്സിഡേഷൻ പോണ്ടിലേക്ക് വരുമ്പോൾ, ഇതാണ് ഓക്സിഡേഷൻ പോണ്ട്. ഓക്സിഡേഷൻ പോണ്ടിലേക്ക് വരുമ്പോൾ വേസ്റ്റ് വാട്ടറിൽ 150 മില്ലിഗ്രാം പെർ ലിറ്റർ ഉണ്ട്. കുറെ കാലം ട്രീറ്റ്മെന്റ് നടക്കും, എന്നിട്ട് ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഫ്ലോ എടുക്കും. അതാണ് എഫ്ലുവന്റ് എന്ന് പറയുന്നത് അല്ലെ. ആ എഫ്ലുവന്റിൽ 15 ആണ്. അതായത് ടാങ്കിൽ എത്ര റിമൂവ് ചെയ്യപ്പെട്ടു? വന്നത് 150, പോയത് 15. ടാങ്കിൽ എത്ര റിമൂവ് ചെയ്യപ്പെട്ടു? 150 - 15 മില്ലിഗ്രാം പെർ ലിറ്റർ ഓഫ് BOD റിമൂവ് ചെയ്യപ്പെട്ടു. മൊത്തം വന്ന ഡിസ്ചാർജ് എത്രയാണ്? 5 × 10⁵ ലിറ്റേഴ്സ് പെർ എന്താണ് ഡേ ആണ്. ഓക്കെ, സോ യൂണിറ്റ് നിന്ന് മാറ്റുകയാണെങ്കിൽ ദിസ് ഇസ് 5 × 10⁵ ലിറ്റേഴ്സ് പെർ ഡേ ആണ്. ഓക്കെ, ഇൻറ്റു ദിസ് ഇസ് 135 മില്ലിഗ്രാം ആയിരുന്നു, ഇൻറ്റു എന്ത് ചെയ്തു? 10⁻⁻6 എന്തായി? കിലോഗ്രാം പെർ എന്തായി? ലിറ്റർ ആയി. സോ ഏതൊക്കെ യൂണിറ്റ് ക്യാൻസൽ ആവും? ലിറ്റർ ക്യാൻസൽ ആവും. യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ കിലോഗ്രാം പെർ ഡേ. ദിസ് മച്ച് ഇസ് ദ ടോട്ടൽ BOD റിമൂവൽ. ക്ലിയർ അല്ലേ? ഡിവൈഡ് ബൈ എന്ത് ചെയ്യാം? OLR എത്രയാണ്? 40 കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഡേ. ഓക്കെ, യൂണിറ്റ് എന്താണ്? ദിസ് വിൽ ബി 40 കിലോഗ്രാം ആണ്, പെർ ഹെക്ടർ ആണ്, പെർ എന്താണ് ഡേ ആണ്. ക്ലിയർ അല്ലേ? നോക്കി ഇവിടെ ബാക്കി ഏതൊക്കെ യൂണിറ്റ് ഉണ്ട്? ഇവിടെ ഏതാ? കിലോഗ്രാം പെർ ഡേയിലാണ് ബാക്കിയുള്ളത്. താഴെയും കിലോഗ്രാം പെർ ഡേ ഉണ്ട്, ക്യാൻസൽ ആയി പോകും. സോ ഫൈനൽ ആൻസർ ഏതിലാണ് വരിക? ഹെക്ടറിലാണ് വരിക. ക്ലിയർ? സോ 5 × 10⁵ ഇൻറ്റു 135 × 10⁻6 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 135 × 10⁻6 ഡിവൈഡ് ബൈ എത്രയാണ്? 40. ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്ര കിട്ടും? യെസ്, യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 1.6875 വെക്ടേഴ്സ് എന്ന് കിട്ടും. 1.6875 ഓപ്ഷൻ ഡി എന്ന ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളിൽ. സോ ഇതൊക്കെ നമുക്ക് എന്താണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലെ. യൂണിറ്റ് കൺവേർഷൻ നമ്മൾ പക്കാണ്, കറക്റ്റ് ആണ്. എത്രയോ തവണ ബേസിക് സ്റ്റെപ്പുകൾ എഴുതി, യൂണിറ്റുകൾ എഴുതി നമ്മൾ പ്രാക്ടീസ് ചെയ്താണ്. സോ ഇതൊന്നും വിഷയ കേസല്ല. ഓക്കെ, അടുത്ത് നോക്കൂ. എ ഡ്രെയിൻ ക്യാരിങ് എ സീവേജ് ഓഫ് BOD വേസ്റ്റ് വാട്ടർ ആണ്. BOD 180 മില്ലിഗ്രാം പെർ ലിറ്റർ. ദ ഫ്ലോ റേറ്റ് ഈസ് 40 m³/s. ജോയിൻസ് എ റിവർ. യെസ്. സീവേജ് എത്രയാണ്? BOD ഇത്രയാണ്. ആൻഡ് ഫ്ലോ റേറ്റ് ഈസ് 40 m³/s. ഇത് റിവറിലേക്ക് ജോയിൻ ചെയ്യപ്പെടുകയാണ് വിത്ത് എ BOD ഓഫ് 8 മില്ലിഗ്രാം പെർ ലിറ്റർ ആൻഡ് എ ഫ്ലോ റേറ്റ് ഓഫ് 500 m³/s. ശരി, അസ്യൂം ദ ഇമീഡിയറ്റ് ആൻഡ് കംപ്ലീറ്റ് മിക്സിംഗ് ഓഫ് ദ ഡ്രെയിൻ വിത്ത് ദ റിവർ അല്ലെ. വാട്ട് ഈസ് ദ എസ്റ്റിമേറ്റഡ് ഡൗൺ? നിങ്ങൾ അതിലേക്ക് കുറച്ച് വേസ്റ്റ് വാട്ടർ ഇട്ടു. തീർച്ചയായിട്ടും റിവറിലെ വാട്ടറും വേസ്റ്റ് വാട്ടറും മിക്സ് ആവില്ലേ? തീർച്ചയായിട്ടും റിവറിലെ വാട്ടറും വേസ്റ്റ് വാട്ടറും മിക്സ് ആവും. നോക്കി, വേസ്റ്റ് വാട്ടറിന്റെ BOD ഇത്രയാണ്, റിവറിലെ BOD ഇത്രയാണ്. സോ അതിന്റെ മിക്സ് ആയി കഴിഞ്ഞാൽ എത്രയായിരിക്കും ആ ഒരു BOD മിക്സ് വാല്യൂ എന്നാണ് ചോദിക്കുന്നത്. ഇത് 4ാം ക്ലാസ് പുസ്തകം നമുക്കറിയാം അല്ലെ. BOD മിക്സ് ഈസ് ഈക്വൽ എന്തായിരുന്നു? BOD മിക്സ് ഈസ് ഈക്വൽ ടു BOD ഓഫ് ദ റിവർ ഇൻടു ഡിസ്ചാർജ് ഓഫ് റിവർ പ്ലസ് BOD ഓഫ് ദ സീവേജ് ഇൻടു ഡിസ്ചാർജ് ഓഫ് സീവേജ് ഡിവൈഡ് ബൈ QR പ്ലസ് എന്നാണ്, QS ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. യെസ്, കാൽക്കുലേഷൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, ചെറിയൊരു ഇടങ്ങാറ് കാൽക്കുലേഷൻ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. ബട്ട് ബാക്കി സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ എന്താണ് എളുപ്പമാണ്. സോ എത്ര വരിക? അതൊന്ന് പറയാം. എത്രയാണ് BOD ഓഫ് ദ റിവർ? BOD ഓഫ് ദ റിവർ ആയിരിക്കും കുറവ്. സോ 8 ഇൻറ്റു ഡിസ്ചാർജ് എത്രയാണ്? 500 m³/s ആണ്. യൂണിറ്റ് സെയിം ആണ്, അപ്പോൾ വിഷയമല്ല കേസല്ല. യൂണിറ്റ് സെയിം ആണ്, സോ വിഷയമല്ല. യെസ്, 180 ആയിരുന്നു സീവേജിലേത്, ആൻഡ് സീവേജിന്റെ ഡിസ്ചാർജ് 40 ആണ്. സോ ഡിവൈഡ് 500 പ്ലസ് എത്രയാണ്? 40 ആണ് അല്ലെ. യെസ്, 500 ആണ്, 40 ആണ്, 180 ആണ്, പിന്നെ ഇതാണ് 8 ആണ്. സോ ആ കാൽക്കുലേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്തു വരുമ്പോൾ എത്ര കിട്ടും? ഏകദേശം 20.74 മില്ലിഗ്രാം പെർ ലിറ്റർ കിട്ടും. നോക്കി, ഇതിലെല്ലാം നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുമ്പോഴേ എല്ലാ പോയിന്റും നമ്മൾ യൂണിറ്റ് എഴുതിയാ ചെയ്യാറുള്ളത്. സോ ഏതൊക്കെ യൂണിറ്റ് ക്യാൻസൽ ആവുന്നുണ്ട്, ഫൈനലി ഏതൊക്കെ യൂണിറ്റ് ആണ് വരിക എന്നുള്ള എല്ലാ സംഭവവും നമുക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ. അറിയാം. അടുത്ത് നോക്കി, ഏതാണ് ആൻസർ?
ആൻസർ ഈസ് ഓപ്ഷൻ സി 20.74. അപ്പൊ എന്തായാലും സീവേജിലേക്ക് കടന്നില്ലേ, സീവേജിനെ കുറിച്ച് പറയാം. അല്ലെ, സീവേജിൽ ട്രീറ്റ്മെന്റ് സ്റ്റെപ്സ് ഇതൊക്കെയാണ്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേഴ്സറി ഉണ്ട്. പ്രൈമറി ട്രീറ്റ്മെന്റിൽ നിങ്ങൾ സസ്പെൻഡഡ് സോൾസ് ആണ് റിമൂവ് ചെയ്യുന്നത്, ഹെവി ആയിട്ടുള്ളത്, ഓർഗാനിക് ആയിട്ടുള്ളത്, ഇൻഓർഗാനിക് ആയിട്ടുള്ളത്. സ്ക്രീൻസ് ആണ് എന്ത് റിമൂവ് ചെയ്യുന്നത്, ഹെവി സസ്പെൻഡഡ് സോൾസ്. ഗ്രിഡ് ചാമ്പറോ ഡിട്രൈറ്റസ് ടാങ്കോ ഇൻഓർഗാനിക്. സെഡിമെന്റേഷൻ ടാങ്ക് ഓർഗാനിക് സോൾസിനെ റിമൂവ് ചെയ്യും, നമുക്കറിയാം. യെസ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുള്ളതിന്റെ കാരണമാണ് നമുക്കറിയാം. നമുക്ക് ഈ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കട്ടെ, വെരി ഇമ്പോർട്ടന്റ് ആയിരിക്കാം, ഡയറക്ട്ലി ചോദിക്കുന്നു. പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് റിമൂവ് 60 to 70% ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. അതും ഏതാണ്, ഓർഗാനിക്, 60 മുതൽ 70%. ആൻഡ് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ 30 മുതൽ 40% ചെറിയ തോതിൽ ബിഒഡിയും റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ആക്ച്വലി സെക്കൻഡറി ട്രീറ്റ്മെന്റിലാണ് ബിഒഡി റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ റിമൂവ് ചെയ്യുന്നത്. ബട്ട് ചെറിയ തോതിൽ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ റിമൂവ് ചെയ്യപ്പെടുന്നു എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ആൻഡ് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിന് തൊട്ട് മുമ്പായിട്ട് വെക്കുന്ന ടാങ്ക് ആണ് ഇത് ഫോർ ദ റിമൂവൽ ഓഫ് ഏതാണ്, റിമൂവൽ ഓഫ് ദ ഓയിൽ ആൻഡ് ഗ്രീസ്. പിന്നീട് കിടക്കുന്നത് സെക്കൻഡറി ട്രീറ്റ്മെന്റിലാണ്, വേർ ഓർഗാനിക് മാറ്റർ ഓർ ബിഒഡി ഈസ് റിമൂവ്ഡ്. രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് എയറോബിക് അല്ലെങ്കിൽ അനറോബിക് ആയിരിക്കാം. ഇനി എങ്ങനെ ഓർഗാനിക് മാറ്ററും മൈക്രോ ഓർഗാനിസം നിങ്ങളെ അനുസരിച്ച് അത് അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റം ആവാം, സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം ആവാം. സോ ഏതൊക്കെയാണ് എയറോബിക്, ഏതൊക്കെയാണ് അനറോബിക്, ഏതൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഓക്കെ അല്ലേ? യെസ്. സോ അതൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ അല്ലെ. നമ്മൾ ട്രിപ്ലിംഗ് ഫിൽറ്ററിൽ തുടങ്ങിയിട്ട് സെപ്റ്റിക് ടാങ്കും ഇംഹോഫ് ടാങ്കും അല്ലെ, റോട്ടറി ബയോളജിക്കൽ കോൺട്രാക്ടറും UASBR ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാത്തിലൂടെയും നമ്മൾ കടന്നു പോയതാണ്. അടുത്ത നോക്കി, സാമ്പിൾ ഈസ് പിപ്പറ്റഡ് ഡയറക്ട്ലി ടു 300 ml ഇൻക്യുബേഷൻ ബോട്ടിലാണ്. ശരി. ദ ഇനീഷ്യൽ ഡിസോൾഡ് ഓക്സിജൻ ഓഫ് ദ ഡൈലൂട്ടഡ് സാമ്പിൾ ഈസ് 8 mg/L. ശരി. ആൻഡ് ദ ഫൈനൽ ഡിസോൾഡ് ഓക്സിജൻ ഈസ് 1 mg/L. നമ്മുടെ ഡൈലൂട്ടഡ് സാമ്പിളിന്റെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അതേപോലെ ദ ഇനീഷ്യൽ ഡിസോൾഡ് ഓക്സിജൻ ഓഫ് ദ ഡൈലൂഷൻ വാട്ടർ, അതായത് ബ്ലാങ്ക് വാട്ടർ, എത്രയാണ്, 9 mg/L. ആൻഡ് അതിന്റെ ഫൈനൽ എത്രയാണ്, 8 mg/L ആണ്. വാട്ട് ഇസ് എ 5-day BOD എന്നാണ്. ഇത് നമ്മുടെ മറ്റേ നമ്മൾ പറഞ്ഞു BOD കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻസ് ഉണ്ട്. ഇത് മൂന്നാമത്തെ ഇക്വേഷൻ അപ്ലിക്കേഷൻ ആണ്. വേർ BOD ഈസ് ഈക്വൽ എന്തായിരുന്നു, യെസ്, ഡിസോൾഡ് ഓക്സിജൻ ഇനീഷ്യൽ മൈനസ് ഡിസോൾഡ് ഓക്സിജൻ ഫൈനൽ. ഇവിടെ നിന്ന് കുറയ്ക്കണം, നിങ്ങൾ ടാങ്ക് ഫൈനൽ കുറയ്ക്കണം. അതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, ഡൈലൂഷൻ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യണം. സോ വാട്ട് ആർ ദ വാല്യൂസ്, ഏതൊക്കെയായിരുന്നു, 8ഉം 1ഉം ആണ്. സോ 8 - 1, 8 - 1 മൈനസ് എത്രയാണ്, 9 - 8 ഇൻറ്റു എത്രയാണ്, ഡൈലൂഷൻ റേഷ്യോ 300 ആണ്. ബോട്ടിൽ നമുക്കറിയാം മാക്സിമം ഡിവൈഡ് ബൈ എത്ര എടുത്തിരിക്കുന്നത്, 3 ആണോ 30 ആണോ, 3 ആണോ 30 ആണോ, 30 ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ എളുപ്പമായി, 30 ആണ്. ഓക്കെ. സോ ദിസ് വിൽ ബി 7 - 1 6 × 10. സോ 60 mg/L എന്ന് കിട്ടും. 60 mg/L. BOD കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻസ് ഉണ്ട്. BOD കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ. മൂന്നാമത്തെ ഇക്വേഷൻ അപ്ലിക്കേഷൻ ആണ്, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അടുത്ത് നോക്കിയേ, ഫോർ എ ഗ്രിഡ് ചാമ്പർ, ഫോർ എ ഗ്രിഡ് ചാമ്പർ. ചാമ്പർ അറിയാലോ അല്ലെ, ഇൻഓർഗാനിക് സോൾസിനെ റിമൂവ് ചെയ്യുന്നതാണ്. വെലോസിറ്റി ഓഫ് ഫ്ലോ ഇച്ചിരി കൂടുതലായിരിക്കും, 0.3 m/min. മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. ഗ്രിഡ് ചാമ്പറിൽ ഫ്ലോ വെലോസിറ്റി 0.3 m/s ആണ്. കുറച്ച് വെലോസിറ്റി കൂടുതൽ കൊടുക്കാം, ബാക്കിയുള്ളതിലെല്ലാം 0.3 m/min ആണ്. ഗ്രിഡ് ചാമ്പർ ചാനൽ തന്നിട്ടുണ്ട്, ഇഫ് ദ റെക്കമെൻഡഡ് ഫ്ലോ വെലോസിറ്റി ഈസ് 0.28 m/s ആൻഡ് ദ ഡിറ്റൻഷൻ പീരീഡ് ഈസ് 1 minute. ഓക്കെ. വാട്ട്സ് ദ ലെങ്ത്, ലെങ്ത് ഈസ് ഈക്വൽ ടു, നോക്കിയ പഴയ ഫിസിക്സ് പറയുന്നത് എന്താണ്, ലെങ്ത് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു എന്താണ്, വാട്ട് എവർ ദ ടൈം. ഇതാണല്ലോ ഇപ്പം വെലോസിറ്റി ഏതാണ്, വെലോസിറ്റി ഓഫ് ഫ്ലോ. ടൈം ഏതാണ്, ഡിറ്റൻഷൻ ടൈം. m/s ഇൻറ്റു എന്താണ്, സെക്കൻഡ് ക്യാൻസൽ ആവും. സോ എത്രയാണ്, 0.28 m/s ആണ്. യൂണിറ്റ് എഴുതി നോക്കണേ. ഇൻറ്റു 1 minute ആണ്, ദാറ്റ് ഈസ് 1 minute എന്ന് പറയുമ്പോൾ 60 seconds. 60 seconds, അപ്പോഴേ സെക്കൻഡ് ക്യാൻസൽ ആവും. ഓക്കെ. സോ ദിസ് അറൌണ്ട് 180 അല്ലെങ്കിൽ യെസ് എത്ര വരും, 17.7 എന്ന് വരും അല്ലെ. 18 അല്ലെങ്കിൽ എത്രയാണ്, സോറി 16.8 എന്ന് വരും. സോറി എത്രയാണ് വരിക, ദിസ് ഈസ് 16.8 മീറ്റർ എന്ന് വരും. 16.8. ഓക്കെ. 16.8 എന്ന് പറയും.
ഓക്കെ അല്ലേ? യെസ്. അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സോക്ക് പിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോക്ക് പിറ്റിനെ അറിയാം. റിക്വയർഡ് ഫോർ ദ സീവേജ് ഔട്ട്ഫ്ലോ, സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ഔട്ട്ഫ്ലോ എത്രയാണ്? യൂണിറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ കൺസെപ്റ്റ് ഒന്നല്ല, പരിപാടി യൂണിറ്റ് ആണ്. ഇത്ര ലിറ്റേഴ്സ് പെർ ഡേ ആണ് പുറത്തേക്ക് പോകുന്ന ഔട്ട്ഫ്ലോ, അതിന് വേണ്ടി സോക്ക് പിറ്റ് കൊടുക്കണം. ടേക്ക് പെർക്കുലേഷൻ റേറ്റ് ഓഫ് എത്രയാണ്? യെസ്, 1200 ലിറ്റർ പെർ മീറ്റർ ക്യൂബ് പെർ ഡേ. ഇത്രയാണ് പുറത്തേക്ക് പോകുന്നത്. ആൻഡ് പെർക്കുലേഷൻ റേറ്റ് എത്രയാണ്? ഇത്ര ലിറ്റർ പെർ ഡേ പെർ മീറ്റർ ക്യൂബ്. വാട്ട് ഇസ് ദ ഡെപ്ത് ഓഫ് ദ സോക്ക് പിറ്റ് ഇഫ് the depth is restricted to? What is the area of the sock pit if the depth is restricted to 2 meter? ഏരിയ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. സോ സംഭവം സിമ്പിൾ ആണ്. എത്രയാണ്? 12,000 1200 ആണ് അല്ലെ. നോക്കിയാൽ ഡിസ്ചാർജ് എത്രയാണ് പുറത്തേക്ക്? യെസ്, ഡിസ്ചാർജ് പോകുന്നത് 12,000 ലിറ്റർ പെർ ഡേ ആണ്. ആൻഡ് പെർക്കുലേഷൻ റേറ്റ് എത്രയാണ്? PR എന്ന് എഴുതാം, 1200 ലിറ്റർ പെർ മീറ്റർ ക്യൂബ് പെർ ഡേ. ഇതിനെ ഓപ്പറേറ്റ് ചെയ്താൽ will be is equal to 12,000 liters per day divided by 1200 liter per meter cube per day. അതൊന്ന് ചെയ്താൽ you will get the answer in meter cube. That is, we are getting the volume ആണ് അല്ലെ. അത് എത്ര കിട്ടും? അത് 10 meter cube എന്ന് പറയുന്ന വോളിയം കിട്ടും. വോളിയം അല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്, ഏരിയ അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ഏരിയ എത്രയാണ്? therefore ഏരിയ അറിയാമെങ്കിൽ വോളിയം ഡിവൈഡ് ബൈ ഡെപ്ത് ചെയ്താൽ പോരെ. സോ ദിസ് ഇസ് 10 meter cube ഡിവൈഡ് ബൈ ഡെപ്ത് എത്രയാണ്? 2 ആണ്. സോ ദിസ് ഇസ് 5 meter square എന്ന് പറയുന്ന ഏരിയ കിട്ടും. 5 meter square എന്ന് പറയുന്ന ഏരിയ നമുക്ക് കിട്ടുകയാണ്. ക്ലിയർ അല്ലേ? സോ എത്രയാണ് വരിക? ഓപ്ഷൻ എ 5 meter square. ക്ലിയർ അല്ലേ? നോക്കി അടുത്ത ചോദ്യം നോക്കിയേ. when the size of the sewer is 0.9 meter, ഡയമീറ്റർ 0.9 ആണ്. വാട്ട് ഇസ് ദ സ്പേസിംഗ് ഓഫ് ദ മാൻഹോൾ ആണ്. നമുക്കറിയാം സ്പേസിംഗ് ഓഫ് ദ മാൻഹോൾ ഡയമീറ്റർ ഓഫ് ദ മാൻഹോളിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ ടേബിൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാറുണ്ട്, അത് ഓർക്കാനുള്ള ടൈപ്പ് നമുക്കറിയാം. 0.3 മീറ്ററിലാണ് ആ ടേബിൾ തുടങ്ങുന്നത് അല്ലെ. സോ 0.9 മീറ്റർ ആണെങ്കിൽ ഏകദേശം എത്ര വരും? 90 മീറ്ററിലേക്ക് നമുക്ക് മാച്ച് ദ ഫോളോയിങ് കൊടുക്കാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് ആൻസർ. യെസ്, 0.9 മീറ്റർ എന്ന് പറയുമ്പോൾ 90 മീറ്റർ ആണ് സ്പേസിംഗ് വരിക. ടേബിൾ ആണ്, ടേബിൾ സീവേജിന്റെ ഡയമീറ്ററും സീവറിന്റെ ഡയമീറ്ററും അതിന്റെ കറസ്പോണ്ടിങ് സ്പേസിംഗും. അടുത്ത് നോക്കി, ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് ആർ പ്രൊവൈഡഡ് ഇൻ ദ മുനിസിപ്പൽ സീവർ ഫോർ ദ പർപ്പസ് ഓഫ്. ട്രാപ്പ് എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ അല്ലെ എന്ന് പറയുന്ന പോലെ. ട്രാപ്പ് എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫൗൾ ഗ്യാസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പിന്റെ മറ്റൊരു പേരാണ്, യെസ്, അതാണ് നമ്മുടെ മെയിൻ ട്രാപ്പ് അല്ലെ, അല്ലെങ്കിൽ ജംഗ്ഷൻ ട്രാപ്പ് ആണ്. നമ്മുടെ ബിൽഡിംഗ് സീവറിന്റെയും പബ്ലിക് സീവറിന്റെയും ആ ജംഗ്ഷനിൽ കൊടുക്കുന്നതാണ് അല്ലെ. അതിന്റെ ട്രാപ്പിന്റെ ഡെപ്ത് എത്രയായിരിക്കും? വാട്ടർ സീലിന്റെ സൈസ് ഒക്കെ 100 mm ആണ്. ഡീപ്പ് വാട്ടർ സീലാണ്. ടു പ്രിവെന്റിംഗ് ദ എൻട്രി ഓഫ് ദ ഫൗൾ ഗ്യാസസ്, ഫോർ പ്രിവെന്റിംഗ് ദ എൻട്രി ഓഫ് ദ ഫൗൾ ഗ്യാസസ് ആണ്. ക്ലിയർ അല്ലേ? നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, എ സർട്ടൺ വേസ്റ്റ് ഹാസ് എ BOD ഓഫ് 162 milligram per liter and its flow is 1000 meter cube എന്നാണ് ഡേ ആണ്. If the domestic sewage has a BOD of 80 gram per capita, then the population equivalent എന്നാണ്. വീണ്ടും പോപ്പുലേഷൻ ഇക്വാലന്റ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാലോ എത്രയാണ് വരുന്ന BOD. യെസ്, BOD വാല്യൂ എത്രയാണ്? 162 ആണ്. 1000 meter cube per second ആണ്. സോ ടോട്ടൽ BOD ഡിവൈഡ് ബൈ എന്താണ്? ആവറേജ് ആണ്. സോ ടോട്ടൽ BOD ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റാൻഡേർഡ് BOD ആണ്. അറിയാലോ. സോ എത്രയാണ് മൊത്തം വരുന്ന BOD? 160 ആയിരുന്നു. 160 അല്ലായിരുന്നു, നോക്കിയേ, 162 ആണ് അല്ലെ. സോ ആ വാല്യൂ കൊടുക്കാം. 162 മില്ലിഗ്രാം ആണ്. 10⁻⁻6 എന്തായി? കിലോഗ്രാം പെർ ലിറ്റർ ആയി. 1000 മീറ്റർ ക്യൂബ് പെർ ഡേ ആയിരുന്നു. സോ 1000 ഇൻറ്റു 10⁻³ ചെയ്തു, അത് ലിറ്റർ ആയി മാറി. പെർ ഡേ എന്തായി? പെർ ഡേ. അത് അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ ഇവിടെ ഏതോ ക്യാൻസൽ ആവും. ഇവിടെ ലിറ്റർ ഉണ്ട്, ഇവിടെ ലിറ്റർ ഉണ്ട്. ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റാൻഡേർഡ് BOD 80 എത്രയാണ്? 80 gram per, നമ്മുടെ പഴയ വാല്യൂ, പെർ ക്യാപിറ്റ. സോ ദിസ് ഈസ് 80 ഗ്രാം അല്ലേ? ഗ്രാമാണ്. സോ ഇൻറ്റു 10⁻³ 80 ഇൻറ്റു 10⁻³ കിലോഗ്രാം ക്യാപിറ്റ പെർ എന്താവും? ഡേ ആവും. ഓക്കെ, മുകളിൽ കിലോഗ്രാം ഉണ്ട്, ഇവിടെ കിലോഗ്രാം ക്യാൻസൽ ആവും. ഇവിടെ ഡേ ഉണ്ട്, ഇവിടെ ഡേ ക്യാൻസൽ ആവും. സോ ബാക്കി നമുക്ക് എന്ത് കിട്ടും? പെർ ക്യാപിറ്റ കിട്ടും. നമ്പർ ഓഫ് പോപ്പുലേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ എത്ര വരിക? ഇഫ് ഡു ദാറ്റ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ നമ്പർ ആണ് പോപ്പുലേഷൻ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, എന്തായാലും 2025 ആളുകൾ പുറത്തു തള്ളുന്ന യെസ് BODക്ക് തുല്യമാണ് ഈ ഒരു വേസ്റ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നോക്കിയേ, ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ദ സ്ലഡ്ജ് ഡീകമ്പോസിഷൻ ഡസ് BOD fall? യെസ്, rapidly. BOD fall is rapidly, and large volume of methane gas
along with a small amount of other gases are yes എന്താണ് evolved ആണ്. ഏറ്റവും കൂടുതൽ മീഥേൻ ഗ്യാസ് ഉണ്ടാവുന്ന എവിടെയാണ്? നമുക്കറിയാം സ്ലഡ്ജ് ഡൈജഷൻ അല്ലേ, മൂന്ന് സ്റ്റേജിലായിരുന്നു നടക്കുക. സ്ലഡ്ജ് ഡൈജഷൻ 3 സ്റ്റേജ് ആണ്. ഏതൊക്കെയായിരുന്നു? ആസിഡ് ഫെർമെന്റേഷൻ, ദെൻ ആസിഡ് റിഗ്രഷൻ, ദെൻ ആൽക്കലൈൻ ഫെർമെന്റേഷൻ. ആസിഡ് ഫെർമെന്റേഷൻ, ആസിഡ് റിഗ്രഷൻ, ദെൻ ആൽക്കലൈൻ ഫെർമെന്റേഷൻ. ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് അല്ലെ. ആൽക്കലൈൻ ഫെർമെന്റേഷനിലാണ് നമ്മൾ മീഥേൻ ഫോമേഴ്സ് ആക്ട് ചെയ്യുകയും എല്ലാവരെയും പിടിച്ച് എന്താക്കി മാറ്റും? അത് മീഥേൻ ആക്കി മാറ്റും. സോ ഏറ്റവും കൂടുതൽ മീഥേൻ ഗ്യാസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ആൽക്കലൈൻ ഫെർമെന്റേഷനിലാണ്. ആൽക്കലൈൻ ഫെർമെന്റേഷൻ ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കിയേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 34. ക്വസ്റ്റ്യൻ നമ്പർ 34 നോക്കൂ. ഇഫ് സീവർ ഡ്രെയിൻ ക്യാരിങ് എ ഡിസ്ചാർജ് ഓഫ് സീവർ എത്രയാണ്? 2 meter cube per second into a river carrying discharge of 10 meter cube per second, which is having a dissolved oxygen 8 milligram per liter ആണ്. ഏത്? റിവറിലാണ് 8 milligram per liter dissolved oxygen. What is the resultant dissolved oxygen of the mix will be? സോ ഇവിടെ എന്താണ്? ഇവിടെ വീണ്ടും നിങ്ങൾ ഒഴുകുന്ന റിവറിലേക്ക് വേസ്റ്റ് വാട്ടർ തള്ളിവിടുന്നു. ഈ പറയുന്ന റിവറിന്റെ ഫ്ലോ തന്നിട്ടുണ്ട്, റിവറിലെ ഡിസോൾവ് ഓക്സിജൻ 8 തന്നിട്ടുണ്ട്. സീവേജ് അല്ലെങ്കിൽ ആ സീവേജ് വേസ്റ്റ് വാട്ടറിന്റെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, ബട്ട് ഡിസോൾവ് ഓക്സിജൻ അസ്യൂം ചെയ്യാൻ പറ്റണം. ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഡിസോൾവ് ഓക്സിജൻ ഓഫ് ദ സീവേജ് ക്യാൻ ബി കൺസിഡർ ആസ് 0 ബിക്കോസ് വേസ്റ്റ് വാട്ടർ ആണല്ലോ. അപ്പൊ അതിലുള്ള ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി മൈക്രോ ഓർഗാനിസം എല്ലാ ഓക്സിജനും യൂസ് ചെയ്ത് കാണണം. സോ ഡിസോൾവ് ഓക്സിജൻ മിക്സ് എങ്ങനെയാ വരിക? മിക്സ് വിൽ ബി ഈസ് ഈക്വൽ ടു ആണ് ഡിസോൾവ് ഓക്സിജൻ സീവേജ് ഇൻറ്റു ഡിസ്ചാർജ് ഓഫ് സീവേജ് പ്ലസ് ഡിസോൾവ് ഓക്സിജൻ റിവർ പ്ലസ് ഡിസ്ചാർജ് ഓഫ് റിവർ ഡിവൈഡ് ബൈ സീവേജിന്റെ ഡിസ്ചാർജ് പ്ലസ് റിവറിന്റെ ഡിസ്ചാർജ്. സോ നോക്കിയേ, 0 ഇൻറ്റു എത്രയാണ് നമ്മുടെ സീവേജിന്റെ ഡിസ്ചാർജ്? 2 meter cube per second ആണ്. സോ 2 പ്ലസ് 8 ആണ് ഇൻറ്റു ദിസ് ഈസ് ഡിസ്ചാർജ് ഓഫ് റിവർ ഈസ് 10 ഡിവൈഡ് ബൈ 10 ആണ്. ഡിവൈഡ് ബൈ 2 പ്ലസ് എത്രയാണ്? 10 ആണ്. ക്ലിയർ അല്ലേ? സോ ഇഫ് യു ഡു ദാറ്റ് കാൽക്കുലേഷൻ എത്ര കിട്ടും ഏകദേശം? യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് 6.7 ആണ്. 6.7 milligram per liter. 6.7 milligram per liter എന്ന്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ മിക്സിന്റെ കേസാണ്. നേരത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു മിക്സിന്റെ കേസിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് ആണ് ക്വസ്റ്റ്യൻ. സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് എത്ര പറയുന്നത്? 1 liter ഓഫ് സീവേജ് വെൻ അലൗഡ് ടു സെറ്റിൽ ഫോർ 30 minutes. കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 30 മിനിറ്റ് ആണ് സെറ്റിൽ ചെയ്യാൻ അനുവദിക്കുന്നത്. സ്ലഡ്ജ് വോളിയം എത്രയാണ്? അവർ ഒക്യുപ്പൈ ചെയ്ത വോളിയം 27 meter cube ആണ്, സെന്റിമീറ്റർ ക്യൂബ്. ഇഫ് ദ ഡ്രൈ വെയിറ്റ് ഈസ് 3 gram, വാട്ട് ഇസ് സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ്? ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, സ്ലഡ്ജ് വോളിയം ഇൻഡെക്സിന്റെ യൂണിറ്റ് എന്താണ്? സ്ലഡ്ജ് വോളിയം ഇൻഡെക്സിന്റെ യൂണിറ്റ് എന്താവാറുള്ളത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എത്രയോ ml per എന്താണ് ഗ്രാം ഓഫ് സോളിഡ്സ് ആണ്. വിച്ച് ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ വോളിയം ഇൻറ്റു 10⁻³ വോളിയം ഏത് യൂണിറ്റിൽ കൊടുക്കണം? വോളിയം ml കൊടുക്കണം, ഇൻറ്റു 10⁻³ ചെയ്യണം, ഡിവൈഡ് ബൈ വാട്ട് എവർ ദ MLSS കോൺസെൻട്രേഷൻ ഏത് യൂണിറ്റിലാണ് കൊടുക്കേണ്ടത്? മില്ലിഗ്രാം പെർ ലിറ്റർ. ഇതാണ് പക്കാ ഡെഫിനിഷൻ അല്ലേ? ഇതാണ് പക്കാ ഫോർമുല. എന്താണ് ഡെഫിനിഷൻ? ദിസ് ഈസ് ദ വോളിയം ഒക്യുപ്പൈഡ് ഇൻ ml ബൈ 1 gram ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് അല്ലെങ്കിൽ മിക്സ്ഡ് ലിക്വിഡ് സസ്പെൻഡഡ് സോളിഡ്സ് ആണ് അല്ലെ? ASP ആണ്, ആക്ടിവേറ്റഡ് സർച്ച് പ്രോസസ്. ഇവിടെ നോക്കിയാൽ അവർ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയാണ്? 27 centimeter cube ആണ്. എന്ന് വെച്ചാൽ എത്ര തന്നെയാണ്? 27 ml ആണ് അല്ലെ? നോക്കി നമുക്കറിയാം ബേസിക് റിലേഷൻ 1 meter cube ഈസിക്കൽ എന്താണ്? 1 10⁻³ എന്നാണ്, ലിറ്റർ ആണ്. സോ 1 centimeter cube എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ ആക്കുമ്പോൾ എന്തായി മാറും? അത് 10⁻6 centimeter cube ആയി മാറും അല്ലെ? ദിസ് വിൽ ബി ഈസിക്കൽ ടു 10⁻³ ലിറ്ററിനെ ml ആക്കി 10⁻³ എന്തായി മാറി? ml ആയി മാറി. സോ എന്തോ ക്യാൻസൽ ആവും? 10⁻6 ക്യാൻസൽ ആയി, 10⁻6 ക്യാൻസൽ ആയി. 1 centimeter cube എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1 ml തന്നെയാണ്. അറിയാം. ആ ബേസിക് റിലേഷൻ ആണ് നമ്മൾ ചെയ്യാറുണ്ട്. സോ ഇവിടെ 27 ml ആണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ബൈ ഹൂ? ബൈ 3 gram ഓഫ് സോളിഡ്. ബൈ 3 gram 3 gram ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയാണ്? 27 ml. 3 gram ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം 27 ml ആണെങ്കിൽ 1 ഗ്രാമിന്റെ വോളിയം എത്രയായിരിക്കും? 27 ml ഡിവൈഡ് ബൈ എത്രയാണ്? 3 gram ആണ്. സോ ദിസ് വിൽ ബി 9 ml per എന്താണ് ഗ്രാം ആണ്. വിച്ച് ഈസ് നത്തിങ് ബട്ട് എന്താണ്? സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് ആണ്. വിച്ച് ഈസ് നത്തിങ് ബട്ട് എന്താണ്? സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ്. ഓപ്ഷൻ ബി. അടുത്ത് നോക്കിയേ. എ സീവേജ് ഈസ് ഫ്ലോയിങ് at 4.5 million liters per day from a primary clarifier to standard rate trickling filter അല്ലെ? അങ്ങനെ തന്നെയാണല്ലോ. 5-day BOD of the influent is 160 milligram per liter and the value of the adopted organic loading is 160 gram per meter cube per day. ചെറിയ വ്യത്യാസമുണ്ട്. ചോദ്യം എന്താണ്?
വാട്ട് ഈസ് ദ ടോട്ടൽ 5-day BOD? ടോട്ടൽ 5-day BOD ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എത്രയാണ് മൊത്തം BOD എന്നാണ്. എത്രയാണ് മൊത്തം ഡിസ്ചാർജ്? 4.5 mld. എത്രയാണ് BOD? BOD 160 mg/L. സോ അത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇത് സിമ്പിൾ. സോ ടോട്ടൽ BOD will be is equal to discharge is 4.5 mld ആണ് 10 days to 6 liters per day. ആൻഡ് BOD എത്രയാണ് അതില്? 160 ആണെന്ന് തോന്നുന്നു, മില്ലിഗ്രാം ആയിരുന്നു. 10 days to -6 kg/L ആക്കി. ഓക്കെ അല്ലേ? യൂണിറ്റ് കൺവേർഷൻ ഒക്കെ നമുക്ക് എന്താണ് നമ്മുടെ 10 days 6 ക്യാൻസൽ, 10 days 6 -6 ക്യാൻസൽ, ലിറ്റർ ക്യാൻസൽ, kg/day ആൻസർ കിട്ടും നിങ്ങൾക്ക്. kg/day ആൻസർ കിട്ടും അല്ലെ. BOD എത്രയാണ് കൺഫേം ചെയ്യാണ്? 160 mg/L. സോ ഇഫ് യു ഡു ദാറ്റ് യു വിൽ ഗെറ്റ് ദ ആൻസർ. എത്രയാണ്? യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 720 kg/day എന്ന് കിട്ടും. 720 kg/day എന്ന് കിട്ടും. ഓപ്ഷൻ ബി 720 kg/day. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ചോദ്യമാണ്. ദ ഡൊമസ്റ്റിക് സീവേജ് ആണ്, വേസ്റ്റ് വാട്ടർ ഓഫ് എ ടൗൺ വാസ് ടെസ്റ്റഡ് ഫോർ ടോട്ടൽ സോളിഡ്സ് ആണ്. ആൻഡ് ഫോളോയിങ് റിസൾട്ട്സ് വെർ ഒബ്സർവ്ഡ്. വെയിറ്റ് ഓഫ് ദ സീവേജ് എത്രയാണ്? 1000 gram. ഓക്കെ, കുഴപ്പമില്ല. വെയിറ്റ് ഓഫ് ദ സോളിഡ് ആഫ്റ്റർ ഇവാപറേഷൻ. അതായത് നിങ്ങൾ വെറുതെ അല്ലെ ചൂടാക്കി 104°C, അപ്പോ വാട്ടർ മൊത്തം പോയി. അപ്പൊ മൊത്തം എന്താണ്? ഇതെന്താണ്? ദിസ് ഈസ് നത്തിങ് ബട്ട് ദ ടോട്ടൽ സോളിഡ്സ് ആണ്. ടോട്ടൽ സോളിഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് വെയിറ്റ് ഓഫ് ദ ഡ്രൈ റെസിഡ്യൂ ആഫ്റ്റർ ഇഗ്നീഷൻ. ഇഗ്നീഷൻ എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്തു. നമുക്കറിയാം ഓർഗാനിക് സോളിഡ്സ് ആർ വോളറ്റൈൽ ഇൻ നേച്ചർ ആണ്. അതായത് അവരെ ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യുമ്പോൾ ആ ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ എന്തായി മാറും? വേപ്പറൈസ് ആയി മാറും. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? ചാരമേ ഉണ്ടാവുള്ളൂ. നോക്കിയാൽ മനുഷ്യ ശരീരം ഓർഗാനിക് മാറ്റർ ആണ്. ഓർഗാനിക് മാറ്റർ ഉണ്ട്, ഇൻഓർഗാനിക് മാറ്റർ ഉണ്ട്. വെറുതെ ഒന്ന് കത്തിച്ച് നോക്കിയാൽ മനുഷ്യ ശരീരം. നിങ്ങൾ ഒരാളെ കത്തിച്ചാൽ അല്ലെ എന്താ ഉണ്ടാവുക? അല്ലെ കുറച്ച് ചാരമല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കി ടീം എന്തായി പോയി? ബാക്കി ഓർഗാനിക് കണ്ടന്റ് മൊത്തം എന്തായി? വേപ്പറൈസ് ആയി പോയി എന്ന് പറയുന്ന പോലെയാണ് ഓർഗാനിക് മാറ്റേഴ്സ്. സോ ബാക്കി നിങ്ങൾ കത്തിച്ച് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്ന എന്തായിരിക്കും? ദീസ് ആർ നത്തിങ് ബട്ട് 0.516 is nothing but എന്നാണ്, ഇൻഓർഗാനിക് ആണ്. ചോദ്യം വാട്ട് ഈസ് എ വോളറ്റൈൽ സോളിഡ്സ് ആഫ്റ്റർ ഇഗ്നീഷൻ. സോ മൊത്തം എത്രയായിരുന്നു സോളിഡ്സ്? 0.952. കത്തിക്കഴിഞ്ഞ ശേഷം ബാക്കി എത്രയേ ഉള്ളൂ? 0.516 വിച്ച് ഈസ് ഇൻഓർഗാനിക് ആണ്. 0.516 ഇൻഓർഗാനിക് ആണ്. അപ്പൊ മൈനസ് ചെയ്താൽ പോരെ. ഇത് വളരെ സിമ്പിൾ ചോദ്യം, വളരെ സിമ്പിൾ. ദാറ്റ് ഈസ് 0.952 വെയിറ്റ് 0.952 മൈനസ് 0.516 അല്ലെ എന്ന് പറയുന്ന ദാറ്റ് ഈസ് ഈക്വൽ ടു 0.436. ഓക്കെ അല്ലെ? സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ എന്ന് വരും. ഓപ്ഷൻ എ എന്ന് കാണാം. അടുത്തത്, വാട്ട് ഈസ് ദ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് ഓഫ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് present in the wastewater effluent when discharging into inland river or stream as per Central Pollution Control Board CPCB. എത്രയാണ്? COD ലിമിറ്റ് ആണ്. ഇത് ടേബിൾ ആണ്. നിങ്ങൾക്ക് വേസ്റ്റ് വാട്ടറിനെ ഡിസ്പോസലിന് വേണ്ടി എവിടെയൊക്കെ ഡിസ്പോസൽ ചെയ്യാം? യെസ്, ഇൻലാൻഡ് സർഫസിലേക്ക്, ഇൻഡസ്ട്രിയൽ സീവേജ് ഇൻലാൻഡ് സർഫസിലേക്ക്, പിന്നെ ഓഷ്യനിലേക്ക് അല്ലെ. ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ലാൻഡിലേക്കും ഉണ്ട്. നമ്മൾ പഠിച്ചതാണ് ഇതെല്ലാം. അപ്പൊ അതിന്റെ ടേബിൾ അല്ലെ 20, 30, 100 COD നിറയെ, pH 5.5.6, പിന്നെ നമ്മുടെ ഓയിൽ ആൻഡ് ഗ്രീസ് 10, 10, 20 ആയിരുന്നു അല്ലെ. സോ COD എത്രയാ വരിക? ഈ ടേബിൾ ഒക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നതാണ്, നമുക്കറിയാം വാല്യൂസ്. 50 mg/L. COD ഈസ് 250 mg/L. അടുത്ത് നോക്കിയ പ്രിൻസിപ്പൾ ഓഫ് ഇൻകമിംഗ് സീവേജ്. The principle of incoming sewage is not allowed to get mixed with the sludge produced. വരുന്ന സീവേജിനെ സ്ലഡ്ജുമായിട്ട് കമ്പൈൻ ചെയ്യാൻ അനുവദിക്കാത്ത. And the outgoing effluent is not allowed to carry the large amount of organic load is found in അല്ലെ. അതേതാണ്? സെപ്റ്റിക് ടാങ്കിലാണെങ്കിൽ ഈ പറയുന്ന സെറ്റിൽമെന്റും ഡൈജഷനും ഒന്നിച്ചാണ് നടക്കുന്നത് ഒരു ചാമ്പറിൽ. ബട്ട് ഇംഹോഫ് ടാങ്കിൽ അത് വേറെ ടാങ്കാണ്. ഓക്കെ അല്ലെ? സോ ഏതാ ഒരു ഓപ്ഷൻ ബി. നോക്കി, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദ വാല്യൂ ഓഫ് ദ BOD ടു COD. വാല്യൂ ഓഫ് ദ BOD ടു COD ആണ് ചോദിക്കാറുണ്ട്. BOD COD റേഷ്യോ അല്ലെ. സോ ദാറ്റ് ദ വേസ്റ്റ് ക്യാൻ ബി ട്രീറ്റഡ് ബയോളജിക്കലി. BOD 5 ആണ് ഉദ്ദേശിക്കുന്നത്. COD എത്രയാണ്? ഗ്രേറ്റർ ദാൻ എത്ര വരിക? യെസ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.3 ആണ് വരുന്നത്. സോറി, ക്ലിയർ അല്ലേ? ഗ്രേറ്റർ ദാൻ എത്രയാണ്? സോറി, 0.5 ആണ് ആൻസർ വരിക. 0.5 നോക്കി എന്തൊക്കെയായിരുന്നു വാല്യൂസ്? 0.5 എ ആണ് ആൻസർ. നോക്കൂ വാല്യൂസ് നോക്കിയേ. നിങ്ങളെ BOD അൾട്ടിമേറ്റ് ശ്രദ്ധിക്കട്ടോ. BOD അൾട്ടിമേറ്റ് ബൈ COD
ഗ്രേറ്റർ ദാൻ 0.8 ആകുന്നു, ഓർ BOD 5 ബൈ COD ഗ്രേറ്റർ ദാൻ എന്താകുന്നു 0.5 ആകുന്നു. ഈ രണ്ട് കേസ് പറഞ്ഞു കഴിഞ്ഞാലും അതിനർത്ഥം ദിസ് ക്യാൻ ബി ട്രീറ്റഡ് ബയോളജിക്കലി. ഇതിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ബയോളജിക്കലി ട്രീറ്റ് ചെയ്യാം. ഇനി BOD അൾട്ടിമേറ്റ് ബൈ COD ലെസ് ദാൻ 0.5 ആകുന്നു, ഓർ BOD ബൈ COD, അതായത് BOD ബൈ COD മീൻസ് BOD 5 ഈസ് ലെസ് ദാൻ എത്രയാണ്? 0.3 ആകുന്നു. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ദിസ് കനോട്ട് ബി ട്രീറ്റഡ് ബയോളജിക്കലി. ഈ വേസ്റ്റിന് നമ്മൾ എന്താ പറയാ? ടോക്സിക് വേസ്റ്റ് എന്നാണ് പറയാ. ദിസ് ഇസ് ടോക്സിക് വേസ്റ്റ് ആണ്. ഓക്കെ അല്ലെ? സോ ഒന്നെങ്കിൽ അവർ അൾട്ടിമേറ്റ് ടേംസിലായിരിക്കും, അല്ലെങ്കിൽ 5 ടേംസിലായിരിക്കും. ഇപ്പൊ 5 ടേംസിലാണ് പറയുന്നത്, BOD 5 ടേംസിലാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എത്രയാണ്? 0.5. ഗ്രേറ്റർ ദാൻ 0.5 ആണെങ്കിൽ ബയോളജിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ, ഗ്രേറ്റർ ദാൻ 0.5 അല്ലെ, ബയോളജിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ദ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ആൻഡ് ഓയിൽ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ സീവേജ് ബിഫോർ എൻറ്ററിംഗ് ഇൻ ടു ദ സീവർ ലൈൻ ബൈ മീൻസ് ഓഫ് ഏതാണ്? ഒരു സംശയമില്ല, അതാണ് സ്കിമ്മിംഗ് ടാങ്ക് ആണ്. ഓയിൽ ആൻഡ് ഗ്രീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോറിന്റെ ഗ്യാസും കൂടി നിങ്ങൾ പാസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ഈസ് എക്സാമ്പിൾ ഓഫ് ASP. എയറോബിക് ആണോ എനറോബിക് ആണോ? എയറോബിക് ആണ്. അത് സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം ആണോ അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റം ആണോ? അത് സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം ആണ് അല്ലെ. സോ ഏതാണ്? ഇറ്റ് ഈസ് എയറോബിക്കലി സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം ആണ്. ഓപ്ഷൻ ഡി ആണ്. ASP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫ്രഷ് ആൻഡ് സെപ്റ്റിക് സീവേജ്. ഫ്രഷും സെപ്റ്റിക് സീവേജ്. സെപ്റ്റിക്കിന്റെ വേറെ പേര് ഓൾഡ് സീവേജ്, അല്ലെങ്കിൽ എന്ത് പറയും? സ്റ്റെയിൽ സീവേജ് എന്ന് പറയാറുണ്ട്. ഫ്രഷ് സീവേജ് ആൽക്കലൈൻ ഇൻ നേച്ചർ ആണ്, ഓൾഡ് സീവേജ് ഈസ് അസിഡിക് ഇൻ നേച്ചർ ആണ്. ഓക്കെ, സോ എന്ത് പറയാം? ഓപ്ഷൻ ബി, ഫ്രഷ് ഈസ് ആൽക്കലൈൻ, യെസ്, ഓൾഡ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. അതിന്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം, വാല്യൂ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, നോക്കി സീവേജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ കൊടുക്കുന്ന വാട്ടറിന്റെ 80% വേസ്റ്റ് ആയി മാറുകയും, ഫസ്റ്റ് ടേം സീവേജ് ആണ്, വിച്ച് ക്യാൻ ബി ആൻഡ് സ്റ്റോം വാട്ടർ ആവാം. ഒന്നിനെയും രണ്ടിനെയും ഒന്നിച്ച് എന്താ പറയാ? സാനിറ്ററി സീവേജ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയും. സ്റ്റോം വാട്ടറിനാണെന്ന് പറയാ, വെറ്റ് വെതർ ഫ്ലോ എന്ന് പറയാം അല്ലെ. യെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി അറിഞ്ഞിരിക്കുക. എത്രയാണ് വാല്യൂ? 1.2 to 1 ആണ്, അറിയാം. ഫ്രഷ് സീവേജ് എത്രയാണ്? 7.5 to 9.5 ആൽക്കലൈൻ, ഓൾഡ് 5 to 6.5 അസിഡിക് ആണ്. കളർ നോക്കുകയാണെങ്കിൽ ബ്രൗണിഷ് ഗ്രേ ആണ്. ഓൾഡിന്റെ പിന്നെ അറിയാലോ, ഡാർക്ക് ബ്രൗൺ ആണ്, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആണ്. ഓഫ് ദ സീവേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ വാട്ടർ ആണ്, ബിക്കോസ് ഓഫ് ബയോളജിക്കൽ ആക്ടിവിറ്റി. ഓർഡർ എന്ന് പറയുമ്പോൾ ഫ്രഷ് സീവേജിന് വലിയ വൃത്തിയുടെ സ്മെല്ലൊന്നുമില്ല, ബട്ട് സ്മെല്ല് നല്ല വൃത്തിയുടെ സ്മെല്ലാണ് അല്ലെ, മോശം സ്മെല്ലാണ്. ടർബിലിറ്റി ഓഫ് ദ സീവേജ് ഈസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ എന്താണ്? വാട്ടർ പ്രൊവൈഡർ ആണ്. ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞിരിക്കുക. സീവേജിൽ നിങ്ങൾ നോക്കുമ്പോൾ 99.9% വാട്ടർ ആണ്, ലെസ് ദാൻ 0.1% ആണെന്നുള്ളത് സോളിഡ്സ് ഉള്ളത്. ക്ലിയർ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയേ. സോ ആ പോയിന്റ് നമുക്ക് അറിയാട്ടോ, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയതാണ് അതിലൂടെ. ലീസ്റ്റ് ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ വൈൽ ഡിസ്ചാർജിങ് ഇൻ ടു അനദർ വാട്ടർ ഓഫ് ഡിസോൾഡ് ഓക്സിജൻ മസ്റ്റ് ബി പ്രസന്റ് ഇൻ ബോഡി. നിങ്ങൾ മിനിമം എത്ര ഉണ്ടാവണം? ഓഫ് ഡിസോൾഡ് ഓക്സിജൻ 4 mg/L മെയിൻറ്റെയിൻ ചെയ്യണം ഫോർ ദ സർവൈവൽ ഓഫ് ഏതാണ്? അക്വാട്ടിക് ആനിമൽസ്. സോ ഏതാണ്? ഓപ്ഷൻ ബി, 4 mg/L. നോക്കിയേ, അടുത്ത ചോദ്യം. ദ ഫിനോമിനൻ ബൈ വിച്ച് സോയിൽ പോർസ് അല്ലെങ്കിൽ സോയിൽ വോയിഡ് ഗെറ്റ് ക്ലോഗ്ഡ് വിത്ത് സീവേജ് മാറ്റർ. നിങ്ങൾ ഡിസ്പോസൽ ലാൻഡിലേക്ക് ചെയ്യുമ്പോൾ നമ്മളെ സോയിൽ അല്ലെങ്കിൽ ലാൻഡിലുള്ള സോയിലിലെ വോയിഡിൽ ഈ പറയുന്ന സീവേജ് കുടുങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വോയിഡ് അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനാണ് എന്ത് പറയാ? സീവേജ് സിക്നസ് ആണ്. ഡയറക്റ്റ് ഡെഫിനേഷൻ ആണ്. ഡയറക്റ്റ് ഡെഫിനേഷൻ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിസൈൻ പീരിയഡ് ഇൻ ഇയേഴ്സ് ആണ്. ആരുടെയാണ്? സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ, സീവേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്സിന്റെ ഡിസൈൻ ലൈഫ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, കുറഞ്ഞ കാലത്തേക്കാണ് 15 to 20 years ആണ്. ഓപ്ഷൻ സി, 15 to 20 years ഓഫ് സീവേജ് ആണ്. വേസ്റ്റ് വാട്ടർ ആണ്, വേസ്റ്റ് വാട്ടർ ആണ്, വാട്ടർ അല്ല, വേസ്റ്റ് വാട്ടർ ആണ്. അടുത്ത ചോദ്യം നോക്കിയ തിരടിയ ചോദ്യം. നോ ട്രീറ്റ്മെന്റ് ടു ദ സീവേജ് ഈസ് ഗിവൺ ഇഫ് ദ ഡൈലൂഷൻ ഫാക്ടർ ഈസ് വേസ്റ്റ് വാട്ടർ ആണ്. നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റും കൊടുക്കാതെ എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് വേസ്റ്റ് വാട്ടർ ധൈര്യമായിട്ട് പുഴയിലേക്ക് ഒഴുക്കി വിടാം. എപ്പം? ഇഫ് ദ ഡൈലൂഷൻ ഫാക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ 500 ആണ്, അല്ലെ ഗ്രേറ്റർ ദാൻ എത്രയാണ്? 500. മറ്റു വാല്യൂസ് എത്രയായിരുന്നു? ഒന്ന് ഗ്രേറ്റർ ദാൻ 500, പിന്നീട് 300 to 500, ദെൻ 150 to 300, ദെൻ ലെസ് ദാൻ 150 അല്ലെ. അതിനൊക്കെ ഓരോ സ്പെസിഫിക്കേഷനും നമ്മൾ ടേബിൾ ആർ കോളം ആക്കി പറഞ്ഞിട്ടുണ്ട്. 500ൽ കൂടുതലാണെങ്കിൽ ഡൈലൂഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഡൈലൂഷൻ റേഷ്യോ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വെരി ഫേമസ് ചോദ്യമാണ് നോക്കിയേ. ദ സാഗ് ഇൻ ദ ഡിസോൾഡ് ഓക്സിജൻ കർവ്
അല്ലെ സ്ട്രീറ്റർ ഫിലിപ്സ് ഇക്വേഷൻ ആണ് ഓക്സിജൻ ഡെഫിസിറ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം ഓർ ഓക്സിജൻ ഡെഫിസിറ്റ് അറ്റ് എനി ടൈം. സാഗ് കർവ് ഏതിന്റെ കോമ്പിനേഷൻ അല്ലേ? ഓക്സിജൻ ഒന്ന് കുറയും, അതായത് ഡി ഓക്സിജനേഷൻ കർവിന്റെയും പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഒന്ന് കൂടും റീ ഓക്സിജനേഷൻ കർവിന്റെയും കോമ്പിനേഷൻ ആണെന്ന് പറയാം. യെസ്, സാഗ് എന്ന് പറയുന്നത് അല്ലെ. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത്. ഏതാണ്? ബോത്ത് അഡീഷൻ ആൻഡ് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ദ സ്ട്രീം ആണ് അല്ലെ. കുറയുന്നതിന്റെയും കൂടുന്നതിന്റെയും കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ ഓഫ് ബോത്ത് അഡീഷൻ ആൻഡ് ഡിപ്ലീഷൻ. നോക്കി ഏതൊക്കെയായിരുന്നു സോൺസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഇൻ റിവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഏതൊക്കെയുണ്ട്? സോൺ ഓഫ് ഡീഗ്രഡേഷൻ, സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ, സോൺ ഓഫ് റിക്കവറി, പിന്നെ സോൺ ഓഫ് ക്ലിയർ വാട്ടർ അല്ലെ. ഏറ്റവും കുറഞ്ഞ ഡിസോൾവ് ഓക്സിജൻ കാണുന്നത് സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷനിൽ, അതായത് മാക്സിമം ക്രിട്ടിക്കൽ ഓക്സിജൻ ഡെഫിസിറ്റ് കാണുന്നത് എവിടെയാണ്? നമ്മുടെ സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷനിൽ. സ്കം ലെയർ എവിടെയാണ് കാണുന്നത് ചോദിച്ചാൽ ആക്റ്റീവ് ഡീകമ്പോസിഷനിൽ. ക്ലിയർ അല്ലേ? യെസ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഈസ് ഡെസിഗ്നേറ്റഡ് ടു കൺവേ ഇൻഫർമേഷൻ ടു ദ പബ്ലിക് റിഗാർഡിംഗ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്താ പറയുന്നത് അറിയാലോ? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? യെസ്, ഡെയിലി എയർ ക്വാളിറ്റി ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് ഹെൽത്ത് റിസ്ക്. ഓപ്ഷൻ ബി. എങ്ങനെയുണ്ട് എയർ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം? നമുക്കറിയാം മെത്തേഡ്സ് ഓഫ് റിമൂവൽ ഓഫ് ഏതാണ്? പെർട്ടിക്കുലേറ്റ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് precipitatор ESP യൂസ്ഡ് ഇൻ ദ യെസ് കൺട്രോൾ ഡിവൈസസ് ഫോർ ഏതാണ്? പെർട്ടിക്കുലേറ്റ് മാറ്റർ PM ആണ് അല്ലെ. PM10 ഉണ്ട്, PM2.5 ഉണ്ട്, നമുക്കറിയാവുന്ന പോലെയാണ്. അടുത്ത് നോക്കിയ ലൂപ്പിംഗ് പ്ലൂം. ലൂപ്പിംഗ് പ്ലൂം occurs in which of the environmental condition? പല പല പ്ലൂം ബിഹേവിയർ ഉണ്ട്. നമുക്കറിയാം സ്റ്റാക്ക് ഇസ് എ പോയിന്റ് ഓഫ് ഒറിജിൻ ഓഫ് ഏതാണ്? എയർ പൊല്യൂഷൻ. പ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ പൊല്യൂട്ടന്റെ മറ്റൊരു പേരാണ്. പ്ലൂം എന്ന് പറയുമ്പോൾ ലൂപ്പിംഗ് ഉണ്ട്, കോണിംഗ് ഉണ്ട്, ഫാനിങ്, ഫ്യൂമിഗേറ്റിംഗ് ഉണ്ട്, ലോഫ്റ്റിംഗ് ഉണ്ട്, ട്രാപ്പിംഗ് ഉണ്ട്, പിന്നെ ന്യൂട്രൽ പ്ലൂം ഉണ്ട്. ഏതൊക്കെയാണ് എൻവയോൺമെന്റൽ കണ്ടീഷൻ ഉള്ളത്? സൂപ്പർ അഡിയാബാറ്റിക് കണ്ടീഷൻ ഇസ് ദർ, സബ് അഡിയാബാറ്റിക് കണ്ടീഷൻ ഇസ് ദർ. അതിന്റെ ഗ്രാഫ്, അതിന്റെ മിക്സിംഗ് കണ്ടീഷൻ, അൺസ്റ്റേബിൾ ആണോ സ്റ്റേബിൾ ആണോ എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്. സോ ലൂപ്പിംഗ് കാണുന്നത് എവിടെയാണ്? നല്ല രീതിയിൽ ലൂപ്പ് ആയിരിക്കും, നല്ല രീതിയിൽ മിക്സിംഗ് ഉണ്ട്, അൺസ്റ്റേബിൾ ആണ്, സൂപ്പർ അഡിയാബാറ്റിക് എൻവയോൺമെന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following devices does not work on the given principle for air pollution control? എന്താ പറയുന്നത്? When the particulate moves through a region of high electric potential, അതായത് ഇലക്ട്രിക് കറണ്ട് ഉള്ള ഏതൊരു ഭാഗത്തൂടെ നിങ്ങളെ വേസ്റ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലേറ്റ്സ് മൂവ് ചെയ്യുന്നു, they become charged and they are attracted to an opposite charged area where they are collected and removed. ഒരു ചാർജ് ഉള്ള ഏരിയയിലൂടെ നിങ്ങളെ പെർട്ടിക്കുലേറ്റ്സ് മൂവ് ചെയ്യുമ്പോൾ അവര് ചാർജ് ആവുകയും, ചാർജ് ഉള്ള ഏരിയയിലൂടെ നിങ്ങളെ വേസ്റ്റ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി മൂവ് ചെയ്യുമ്പോൾ അവർ ചാർജ് ആവുകയും എന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജുകളിലേക്ക് അവർ എന്ത് ചെയ്യാണ്? അട്രാക്ട് ആവുകയും ചെയ്യുന്ന ആ ഒരു സാധനം കൊറോണ ഡിസ്ചാർജിങ് എവിടെ കാണുന്നത്? നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് precipitator ആണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ, കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മേ ബി ദിസ് ഇസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, യെസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെഷന്റെ. എന്താണ് പറയുന്നത്? എയറോസോൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. എയറോസോൾ എന്ന് വെച്ചാൽ വളരെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് നമ്മൾ എന്ത് പറയും? എയറോസോൾ അല്ലെ. ഡിസ്പേർഷൻ ഓഫ് ദ സോളിഡ് ഓർ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഇൻ എയർ, അതിനെയാണ് നമ്മൾ എയറോസോൾ. പർട്ടിക്കുലർ മാറ്റർ തന്നെയാണ്, വളരെ ഫൈൻ ആയിട്ടുള്ള അല്ലെ. മിസ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഏതാണ്? മിസ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ. ഈ ഒരു സെഷൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ ഒരു സെഷൻ നമ്മളെ ഇവിടെ തീരുകയാണ്. PWD AE എക്സാമുകളിൽ അപ്പോ കൂടുതലും തീരുള്ള സാധ്യത ഉണ്ട്. ഒരു 6 തിയററ്റിക്കൽ ചോദ്യവും ഒരു 4 ന്യൂമറിക്കൽ ചോദ്യം, അല്ലെങ്കിൽ ഒരു 5-5 ആ ഒരു റേഷ്യോയിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഞാൻ ഉണ്ടാവുന്ന ന്യൂമറിക്കലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത യൂണിറ്റ് കൺവേർഷൻ അടിസ്ഥാനത്തിലുള്ള യെസ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരാറുള്ളത്. ബട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂമറിക്കൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. കുറെയൊക്കെ നല്ല അത്യാവശ്യം ഡയറക്റ്റ് തിയററ്റിക്കൽ ചോദ്യങ്ങളും കാണും. ഓക്കെ അല്ലെ? സോ ഇതൊക്കെയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണപ്പെടേണ്ട ക്വസ്റ്റ്യൻസ് ത്രൂ വിച്ച് വി ക്യാൻ കംപ്ലീറ്റ്ലി റിവൈസ് എ ടോപ്പിക്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു സെഷനിൽ നമ്മൾ എൻവയോൺമെന്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി ഓൾ ദ ബെസ്റ്റ് അറിയിക്കുകയാണ്. വീണ്ടും കാണാം മറ്റൊരു അവസരത്തിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.